वासुदेवाय। ओम नमो भगवते 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 वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेशा गोपिका कान्द
നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ നമ ആചാര്യപാദായ തായ് കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമധാരിണേ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 3 ശ്ലോകം 33 മുതലാണ് ഭാഗവതം തുടങ്ങാം. ജയ ജയ ഭാഗവത ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 3 ശ്ലോകം 33 ആണ് നമുക്ക് എടുക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ്. ശ്ലോകം 33 വായിക്കാം. എഴുതിയില്ല കേട്ടോ, ഇല്ലില്ല, വൈകി എല്ലാവരും, ഞാനും എഴുതിയില്ല.
ശ്ലോകം 33 വായിക്കാം. ബുക്കുള്ളവർ ബുക്ക് നോക്കി വായിച്ചോളൂ. യത്ര ഇമേ സദ്ദസദ്രൂപേ പ്രദീക്ഷിതേ സംവിദാ അവിദ്യയാ ആത്മാനി കൃതേ ഇതി തദ്ബ്രഹ്മദർശനം. യത്ര ഇമേ സദസദ്രൂപേ പ്രദീക്ഷിതേ സംവിദാ അവിദ്യയാ ആത്മാനി കൃതേ ഇതി തദ്ബ്രഹ്മദർശനം. രണ്ടുപേര് ശ്ലോകം വായിച്ചോളൂ ബുക്ക് ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. യത്ര ഇമേ അസദ്രൂപേ പ്രദീക്ഷിതേ സംവിദാ അവിദ്യയാത്മനി കൃതേ അവിദ്യയാ ആത്മാനി കൃതേ ഇതി തദ്ബ്രഹ്മദർശനം. ഇതി തദ്ബ്രഹ്മദർശനം. രാധേ രാധേ. ഒരാളും കൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യത്ര ഇമേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സുസംവിദാ പ്രദീക്ഷിതേ സംവിദാ അവിദ്യയാത്മനി കൃതേ അവിദ്യയാ ആത്മാനി കൃതേ ഇതി തദ്ബ്രഹ്മദർശനം. ഇതി തദ്ബ്രഹ്മദർശനം. ഓക്കെ. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം എല്ലാവരും ഏറ്റു പറയാ. എത്ര എപ്പോഴൊക്കെ, ഇമേ ഇവയിലെല്ലാം, സദ് അസദ് സ്ഥൂലവും സൂക്ഷ്മവുമായ, രൂപേ രൂപങ്ങളിൽ, പ്രതിഷിദ്ധേ ശൂന്യമാക്കി തീർക്കുക, സ്വസംവിദ ആത്മസാക്ഷാത്കാരത്താൽ, അവിദ്യയാൽ ആത്മാനി സാക്ഷാത്കാരത്താൽ, കൃതേ നിവേശിപ്പിച്ചു, ഇതി അപ്രകാരം, തദ് അതാകുന്നു, ബ്രഹ്മദർശനം നിരപേക്ഷ സത്യത്തെ ദർശിക്കുന്ന പ്രക്രിയ, വിവർത്തനം. എല്ലാവരും ഏറ്റു പറയുക. എപ്പോൾ ഒരാൾ ആത്മസാക്ഷാത്കാരത്താൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തിന് പരിശുദ്ധാത്മാവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഗ്രഹിക്കുന്നുവോ, അപ്പോൾ അയാൾ ഭഗവാനെയും അതുപോലെ തന്നെയും ദർശിക്കുന്നു. ഭാവാർത്ഥം ഉറക്ക വായിക്കുക. മാതാജി വായിച്ചു. ഭാവാർത്ഥം ബുക്കില്ല. ആരെങ്കിലും ബുക്കില്ല? ഞാൻ തന്നെ വായിക്കാം. ആ ശ്രദ്ധിച്ച് കഴിഞ്ഞ ചോദ്യം ചോദിക്കാം. മാതാജി ശ്രദ്ധിക്കുക, വായിച്ചോ. മുക്തി. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. പരിപൂർണമായ ആത്മസാക്ഷാത്കാരം ദൈവികമായ അഥവാ ആത്മീയ ജീവിതം അനുവർത്തിക്കുന്ന വഴി സാധ്യമാകുന്നത് അർത്ഥമാക്കുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളുടെ ആവശ്യകതകളോട് ഉദാസീനത കാട്ടുകയും അതേസമയം ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഗൗരവപരമായി സമീപിക്കുകയും ചെയ്യുകയാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം ആത്മാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ അദ്വിധ പ്രവർത്തനങ്ങൾ ആത്മാവിന്റെ അവസ്ഥയുടെ അജ്ഞാത ഹേതുവാകയാൽ മായികമായി തീരുന്നു. അവിദ്യയാൽ സ്വതാല്പര്യങ്ങളെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളാൽ കണക്കാക്കുന്നു. ആകയാൽ ജന്മാന്തരങ്ങളായുള്ള സമ്പൂർണ്ണ പ്രവർത്തന പദ്ധതികളും പ്രയോഗശൂന്യമായി തീരുന്നു. എങ്കിലും എപ്പോൾ ഒരാൾ വിവിധ സംസ്കാരത്തോടെ ആത്മാവിനെ ദർശിക്കുന്നുവോ അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആകയാൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ
വ്യാപകനായ ഒരാളെ ജീവൻ നോക്കാം അഥവാ അവസ്ഥയിലും സ്വതന്ത്രനായ വ്യക്തിത്വം വിശേഷിപ്പിക്കും. ഉത്തമമാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണാവസ്ഥ പ്രാപ്തമാക്കുക സാധ്യമല്ല. എന്നാൽ നിത്യ അതീന്ദ്രിയാവസ്ഥയിലുള്ള ഭഗവത് പാദാംബുജങ്ങളെ പ്രാപിക്കുന്നതിലൂടെ അത് അനായാസേന സാധ്യമാകുന്നു. ഭഗവാൻ ഏവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതിനും അദ്ദേഹത്തിൽ നിന്നും സർവവിജ്ഞാനവും സ്മൃതിയും വിസ്മൃതിയും സംഭവിക്കുന്നു എന്നും ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാൻ ഉദ്ഘോഷിച്ചു. എപ്പോൾ ജീവാത്മാവ് ഭൗതിക ശക്തിയെ ആസ്വദിക്കാൻ കാക്ഷിക്കുന്നത് അപ്പോൾ ഭഗവാൻ ജീവാത്മാക്കളെ വിശ്വാവസ്ഥയെന്ന ഗൂഢതത്വത്താൽ ആവരണം ചെയ്യും. അങ്ങനെ ജീവാത്മാക്കൾ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ മനസ്സിനെയും സ്വന്തം ആത്മാവായി തെറ്റായി വ്യാഖ്യാനിക്കും. എന്നാൽ അതീന്ദ്രിയ വിജ്ഞാന സംസ്കാരത്താൽ എപ്പോൾ ജീവാത്മാക്കൾ വിസ്മൃതാവസ്ഥയുടെ കുരുക്കിൽ നിന്നും മോചിതമാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഹൈതുകമായ കാരുണ്യത്താൽ ജീവാത്മാക്കളുടെ മായാതീരശീലയെ നീക്കം ചെയ്യും. അപ്രകാരം അവൻ ആത്മാവിനെ സാക്ഷാത്കരിക്കും. അനന്തരം അവൻ തന്റെ ശാശ്വതമായ വ്യവസ്ഥാപിതാവസ്ഥയിൽ നിയുക്തനായി സ്വയം ഭഗവത് സേവനത്തിൽ നിരതനായിക്കൊണ്ട് ബദ്ധജീവിതത്തിൽ നിന്നും സ്വതന്ത്രമായി തീരുന്നു. ഇവയെല്ലാം തന്നെ ഭഗവാന്റെ ബാഹ്യശക്തിയാലോ അഥവാ പ്രത്യക്ഷമായി ആന്തരിക ശക്തിയാലോ ഭഗവാനാൽ സ്വയം നിർവഹിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ശ്രദ്ധിച്ചോ? വായിച്ച് ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ശ്ലോകത്തിൽ എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂക്ഷ്മ സ്ഥൂല ശരീരത്തിന് ഉപരിയായിട്ട് മൂന്നാമതൊരു ശരീരമുണ്ട്, ഒറിജിനൽ. അതാണ് നമ്മുടെ സ്വ ആത്മാവ്. അതിലേക്കാണ് നമ്മൾ അതിന് വേണ്ട നമ്മളെ ഈ ആധ്യാത്മിക സത്സംഗങ്ങൾ വരുന്നത്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാം അല്ലേ? നമ്മൾ ആരാണ്? സ്ഥൂലവും സൂക്ഷ്മവും അല്ല, പിന്നെ ആരാണ്? അതീന്ദ്രിയമായിട്ടുള്ള ആത്മാവാണ്, ആത്മീയ ശരീരം. സച്ചിദാനന്ദ സ്വരൂപമുള്ളൊരു ആത്മീയ ശരീരം നമുക്കുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിനോ സ്ഥൂല ശരീരത്തിനോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്. ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? 33-ല് എപ്പോഴാണ് ഒരാൾ ആത്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് മനസ്സിലാവും? സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തിന് പരിശുദ്ധ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുക സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം നമ്മളാണെന്നാണ്. പക്ഷെ ഇത് രണ്ടും ആയിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ ഒറിജിനൽ ആത്മാവ് ഇത് ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാവും, നമ്മളെയും മനസ്സിലാവും. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാവും. ഇതാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മസാക്ഷാത്കാരം പിന്നെ ഭൗതികമായ സാക്ഷാത്കാരം രണ്ടും എങ്ങനെയാണ്? ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു എന്ത് തിരിച്ചറിയാണെന്ന് പറഞ്ഞത്? അല്ല, ആത്മാവാണ്. മൂന്ന് ശരീരത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ രണ്ട് ശരീരമായിട്ടും നമ്മുടെ ആത്മാവിന് ബന്ധമില്ലാന്ന് ഗ്രഹിക്കുമ്പോൾ അതിന് ആത്മസാക്ഷാത്കാരം. ഏതൊക്കെ രണ്ട് ശരീരം എന്ന് പറഞ്ഞത്? ഏതാ സ്ഥൂല ശരീരം? കാണുന്നത്. സൂക്ഷ്മ ശരീരം കാണാത്തത് ഏതാണ്? അത് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത് മൂന്നും ചേർന്നാണ് സൂക്ഷ്മ ശരീരം. ഇത് രണ്ടിനും നമ്മുടെ ഒറിജിനൽ ആത്മാവുമായി യാതൊരു ബന്ധമില്ല. അപ്പം ഇത് രണ്ടും ഒരു മായികമാണ് നമ്മുടെ. ഇത് നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത്. പക്ഷെ സൂക്ഷ്മ രൂപത്തിലുള്ള ഈ മായികമായിട്ടുള്ളൊരു വഞ്ചന, ഇതിനെയാണ് ഭൗതികത പറയുന്നത്. ഇത് നമ്മളെ വഞ്ചിക്കുകയാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ് പറയണ, ബുദ്ധി പറയണമൊക്കെ നമ്മൾ കേൾക്കും. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം പറയണത് നമ്മൾ കേൾക്കും. ഇത് നമ്മളാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. നമ്മളല്ല. നമ്മുടെ മനസ്സോ ബുദ്ധി, അഹങ്കാരം നമ്മളല്ല ശരിക്കും. നമ്മുടെ ഈഗോ ഒക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. പ്ലസ് ഈ ശരീരം അല്ലേ, ഇതിൻ്റെ വഞ്ചനയിൽ നമ്മൾ പെടുന്നതാണ് എന്താ പറയുന്നത്? മായ. ഭൗതികത എന്ന് പറയുന്നത് നമ്മൾ സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും ഈ വലയിൽ പെടുകയാണ്. സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും വലയിൽ അകപ്പെട്ടിരിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഈ മായ, ഭൗതികത എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ വഞ്ചന സംഭവിക്കുന്നത്? ഈ വായിച്ച തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വഞ്ചന സംഭവിക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടവർക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ വഞ്ചന സംഭവിക്കുന്നത്? അതിൽ അതാണ് ഞാൻ ശ്രദ്ധിച്ച് ബുക്ക് എല്ലാവരെയും ഉണ്ടാവണമായിരുന്നു. ശരിക്കും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നു. അജ്ഞത കാരണം എന്നാണ് ആൻസർ ചെയ്തത്. എന്താണ് അജ്ഞത കാരണം? എന്താ? അറിയില്ല. നമ്മൾ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ അല്ലേ? അജ്ഞത കൊണ്ടാണ് നമുക്ക്
അറിയാതെ. പക്ഷെ ഭഗവാനിന് ഈ അജ്ഞതയുടെ ആവരണം ഇല്ല. ഭഗവാനിന് മാത്രം. ജീവാത്മാക്കളിൽ ഈ അജ്ഞതയുടെ ആവരണം ഉണ്ട്. പിടികിട്ടിയ ഇങ്ങനെയാണ് ഇത് കുറച്ചൊരു ഗ്രാമർ പോലെയല്ലേ, അതുകൊണ്ട് ശ്രദ്ധിച്ചതാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് മൈൻഡിൽ നിൽക്കും. ഭഗവാനിൽ ഈ അജ്ഞതയില്ല എന്ന് മനസ്സിലാക്കുന്നതിനെ മുക്തി അഥവാ നിരപേക്ഷ സത്യദർശനം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മുക്തി? നിരപേക്ഷ സത്യദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ജീവാത്മാക്കളിൽ ഈ അജ്ഞത ആവരണം ചെയ്തിട്ടുണ്ട്, പക്ഷെ കൃഷ്ണ ഭഗവാനിൽ ഈ അജ്ഞത ആവരണം ചെയ്തിട്ടില്ല. ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ഭഗവാനെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരിക്കലും ഭഗവാനെ നമ്മൾ തുല്യമാവില്ല. ഇവൻ ഭക്തരാണെങ്കിൽ കൂടി ഇവിടെ വരുമ്പോൾ അവർക്ക് ഈ ഭൗതിക പ്രകൃതിയിലെ നിയമങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. രോഗങ്ങളൊക്കെ അവർക്കും ബാധിക്കും. പക്ഷെ കൃഷ്ണ ഭഗവാൻ ഇവിടെ വന്നാലും ഇവിടെ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ ബാധിക്കില്ല. ആ ഒരു വ്യത്യാസം മനസ്സിലായി. ചിലപ്പോൾ പ്യുവർ ഡിവോട്ടീസ് വന്നാൽ കൂടിയും അവർക്ക് പോലും ഭൗതിക നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഭഗവാന് ഈ നിയമങ്ങളിലൊക്കെ അതീതമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പാലിക്കേണ്ട. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് എന്ത് പറയുന്നു? മുക്തി അഥവാ നിരപേക്ഷ സത്യദർശനം എന്ന് പറയും. ഇനി ശരി, മുക്തി മനസ്സിലായി. ഇതിന്റെ പരിപൂർണ സാക്ഷാത്കാരം എങ്ങനെ ലഭിക്കും എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി വായിക്കുമ്പോൾ കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഈ മുക്തിയുടെ തുടക്കമാണ് ഈ പറഞ്ഞത്. ഇതിന്റെ പരിപൂർണ സാക്ഷാത്കാരം, പൂർണ്ണമായിട്ട് ജീവൻ മുക്തരാവണം. ജീവൻ മുക്തരായവരുടെ ലക്ഷണം കണ്ടറിയാം. ബ്രഹ്മഭൂത പ്രസന്നാത്മ എന്ന ശോചതി എന്ന കാംക്ഷതി. ഒരു ദുഃഖവുമില്ല, ഒരാഗ്രഹവുമില്ല, ഒരു സുഖത്തിനോടും താല്പര്യമില്ല. ഒരു പ്രത്യേക അവസ്ഥയാണത്, പരമഹംസ അവസ്ഥ. ജീവൻ മുക്തർക്ക് അങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് ആ അവസ്ഥ നമ്മൾ എത്തിയില്ല. നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഭഗവാന് ഭൗതികതയിലുള്ള അജ്ഞതയില്ല, നമുക്കുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മുക്തിയുടെ സ്റ്റാർട്ടിങ് ആണത്. പക്ഷെ അത് എങ്ങനെ പരിപൂർണ അവസ്ഥയിൽ മുക്തി എത്തും, എങ്ങനെയാണ് എത്താം? ഹരേ കൃഷ്ണ. എങ്ങനെ എത്തും നമ്മള് പരിപൂർണ അവസ്ഥയിൽ എത്തും? എന്തെങ്കിലും പറയും. മാതാജി ഒരു ആൻസർ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ പരിപൂർണ അവസ്ഥയിൽ മുക്തിയുടെ എത്താൻ പറ്റുക നമുക്ക്? ഇതിൽ സിമ്പിളായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവല്ലോ ഈ മുക്തിയിൽ നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? ഈഗോ കളഞ്ഞു. ഒരാളെന്താ മതത്തിന്റെ ആഗ്രഹം കളഞ്ഞല്ലോ, ഒരാൾ ഈഗോ കളഞ്ഞാ പറഞ്ഞു. പിന്നെ തന്നെ ശരണാഗതി പ്രാപിക്കാം, ഞാനെന്ന ഭാവം. അതാണ് ഈഗോ കളയാന്ന് പറഞ്ഞത്. പ്രഭു പറഞ്ഞത് രണ്ടാളും ഒരേ ആൻസറാണ്. അല്ല ഇത് പക്ഷെ ഒക്കെ ഇതൊക്കെ കളയാൻ നമുക്ക് എങ്ങനെ പറ്റും? ഇത് കളയാൻ സമർപ്പണം, ഭഗവാന് സമർപ്പണം വേണം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ആത്മീയ ജീവിതം അനുവർത്തിക്കുന്നത് വഴി നമുക്ക് പറ്റും. അതാണ് സിമ്പിളായിട്ട് ഒരു ആൻസർ തന്നില്ല. ആത്മീയ ജീവിതം അനുവർത്തിക്കാം. അപ്പോഴാണല്ലോ ഈ പറഞ്ഞ സമർപ്പണം എല്ലാം വരും. അതില് ഈഗോ പൂ എല്ലാം പോകും അല്ലേ? ആത്മീയ ജീവിതം അനുവർത്തിക്കുന്നത് വഴി നമുക്ക് പരിപൂർണതയിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആത്മസാക്ഷാത്കാരം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം. നമ്മൾ ആത്മസാക്ഷാത്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒറ്റാളും ശ്രദ്ധിച്ചിട്ടില്ലേ വായിച്ചത്? മാതാജി വായിച്ചാളും ശ്രദ്ധിച്ചിട്ടില്ലേ? യെസ്, ഉചിത സംസ്കാരത്തോടെ ആണ്. ഈ പറഞ്ഞൊക്കെ ആത്മസാക്ഷാത്കാരം തന്നെയാണ്, എല്ലാം പറയാൻ പറ്റില്ല. ഇതിപ്പോ ജീവൻ മുക്ത അവസ്ഥകൾ പറഞ്ഞു, ഭഗവാനിൽ ആവരണമില്ല, നമുക്ക് ആവരണമുണ്ട് എന്ന് പറയുന്നതും ഈ സാക്ഷാത്കാരത്തിന്റെ ഒരു പടികൾ തന്നെയാണ്. പക്ഷെ അവിടെ വ്യക്തമായിട്ട് ആൻസർ കൊടുക്കുന്നത് ആത്മസാക്ഷാത്കാരം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. എന്താണ് ഒരാളുടെ ആത്മസാക്ഷാത്കാരം കിട്ടി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എങ്ങനെയാണ് മനസ്സിലാവുക ഒരാൾക്ക് കിട്ടിയെന്ന്? സൂക്ഷ്മ സ്ഥൂലമായ ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് ഉദാസീനത കാട്ടുക. എന്താണ് ആ വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരം നമ്മളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് മറ്റൊരാൾക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് അത് കിട്ടിയെന്ന് മനസ്സിലാവും? അതാണ് ഇവിടെ വ്യക്തമായിട്ട് ഉദാസീനത തന്നെയാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് ഉദാസീനത. സൂക്ഷ്മ ശരീരത്തിന് ആവശ്യമുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതാണ് സൂക്ഷ്മ ശരീരം. ഇതിന് ആഗ്രഹങ്ങളുണ്ട്, മനസ്സിന് ബുദ്ധിക്ക് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ സ്ഥൂല ശരീരത്തിനും ആഗ്രഹങ്ങളുണ്ട്. ഈ രണ്ട് ശരീരങ്ങളുടെയും ആവശ്യങ്ങളോട് നമുക്ക് ഉദാസീനത. ആവശ്യങ്ങൾ വരും, അത് നിവർത്തിക്കാനൊരു താല്പര്യമില്ല. ആവശ്യങ്ങൾ വരും, വേണ്ട. മനസ്സിന് പല ആഗ്രഹമുണ്ട്, വേണ്ട. അതിലൊരു മനസ്സിലായി ഉദാസീനത. നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കാണുമ്പോൾ നമുക്ക് വലിയ മൈൻഡ് രസം ഉണ്ടാവില്ലല്ലോ, താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതന്നെ അത് രണ്ട് വ്യക്തമായിട്ട് ഒരു പറഞ്ഞെങ്കിൽ ഈ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് നമുക്ക് ഉദാസീന മനോഭാവം. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കറി വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാനേ ഒരു ഉദാസീനത ഉണ്ടാവില്ലേ അല്ലേ?
അതുപോലെ നമുക്ക് വിശക്കണില്ല, കറിയും ഇഷ്ടമില്ല, എങ്കിലും എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഭക്ഷണത്തിനുള്ള മനോഭാവം അല്ലേ? ഒരു ഉദാസീനത, ഒരു താല്പര്യമില്ലായ്മ. ഇതേ ഒരു താല്പര്യമില്ലായ്മ നമുക്ക് സൂക്ഷ്മ ശരീരത്തിൻ്റെയും സ്ഥൂല ശരീരത്തിൻ്റെ ആവശ്യങ്ങളോട്, ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ സൂക്ഷ്മ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമെന്ന് അറിയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലേ? ഇത് മൂന്നിനും ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളോട് ഉദാസീനത കാണിക്കാന്ന് പറയണതിനാണ് എന്ത് പറയുന്നത്? ആത്മസാക്ഷാത്കാരം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയാണ്. നമ്മളിത് പഠിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ കിട്ടിയിട്ടുണ്ടോയെന്ന് പറയണമെങ്കിൽ നമ്മുടെ ആ സാഹചര്യത്തിലുള്ള നമ്മുടെ പെരുമാറ്റം എന്ന് മനസ്സിലാവും അല്ലേ? ഉദാസീനത ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേസമയം വേറൊരു പോയിന്റും കൂടി ഉണ്ട് അതിൽ. ആ ഉദാസീനത പലർക്കും ഉണ്ട്, അതുകൊണ്ട് മാത്രമായില്ല ആത്മസാക്ഷാത്കാരം. അതേസമയം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഗൗരവമായിട്ട് സമീപിക്കുകയും ചെയ്യുകയാണ് ആത്മസാക്ഷാത്കാരം. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് ഉദാസീനത, പക്ഷെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഗൗരവമായിട്ട് സ്വീകരിക്കുക. ആത്മാവിൻ്റെ പ്രവർത്തനം എന്താണ് അറിയാം? ഒറ്റ പ്രവർത്തനമേ ഉള്ളൂ, കൃഷ്ണനെ സന്തോഷിപ്പിക്കുക. നമുക്ക് അതിലേ സന്തോഷമുള്ളൂ. അത് കൃഷ്ണനെ സന്തോഷിപ്പിക്കാനല്ല നമ്മൾ സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ കൃഷ്ണൻ സന്തോഷിക്കണം. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ കൃഷ്ണന്റെ ആളാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് സന്തോഷമായിരുന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ആകെ സന്തോഷമാണല്ലോ, ആൾ മൂടിക്കെട്ടിയിരിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും നമ്മുടെ മനസ്സ്? എങ്ങനെയുണ്ടാവും? ഭയങ്കര ഒരു അല്ലേ, നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ തീരെ തൃപ്തിയില്ലേ, എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നമുക്ക് എന്തായിരിക്കും? ഒരു അസ്വസ്ഥ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഒറിജിനൽ ആൾ ഈ ഭർത്താവും ഈ കുട്ടികളല്ല, ആരാണ്? കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ സന്തോഷിക്കുമ്പോഴേ നമുക്ക് ഈ ആത്മാവിന് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ മനസ്സിലായോ? അതുകൊണ്ട് എന്താണ്, ആ ഭഗവാന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്, ആത്മീയ പ്രവർത്തനങ്ങളിൽ നമ്മൾ നിൽക്കുമെന്ന ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയുടെ ലക്ഷണം സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് ഉദാസീനതയും മറിച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ ഗൗരവമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ നമുക്ക് ആർക്കൊക്കെ അത് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ സ്വയം മനസ്സിലാവും അല്ലേ? അപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ, അത് സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾക്ക് പലതും വരുന്ന, അത് നമ്മുടെ എത്രയോ ജന്മത്തിലെ കർമ്മങ്ങളുടെ റിസൾട്ടാണ്. നല്ലതും ചീത്തയായിട്ടുള്ള കർമ്മങ്ങളുടെ റിസൾട്ട് ചിലപ്പോൾ നല്ലത് വരും, ചീത്ത വരും. ഇതിലൊന്നും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. ആൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെ എനിക്ക് സ്വയം സന്തോഷിക്കാം. എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? എൻ്റെ യജമാനൻ സന്തോഷിച്ചാലേ വൃത്തിനെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ യജമാനൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്, വേറെ ആരുമില്ല. കൃഷ്ണ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ നമ്മൾ തനിയെ സന്തോഷം വരുന്നത്. അതാരും പിന്നെ സന്തോഷിക്കണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ആള് നമ്മുടെ വീട്ടിലെ വിഗ്രഹം സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കും അല്ലേ? ഭഗവാനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 24 hours കാണുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ വിഗ്രഹം, ഈ ഫോട്ടോ കൃഷ്ണനാണ്. മനസ്സിലായോ? അതിലപ്പുറം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഫോട്ടോ, ഈ വിഗ്രഹം എന്താണ്? പിന്നെ എന്താ നമ്മൾ നിവേദ്യം കൊടുക്കണേ? കണ്ടിട്ടോ ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല. കണ്ടിട്ടില്ലേ നിങ്ങൾ? 24 മണിക്കൂർ കാണണില്ലേ? ഇല്ലേ? ഒരു ഫോട്ടോ മതി, അത് കൃഷ്ണനാണ്. ഇനി അതിൽ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അത് ചിന്തിക്കാൻ ആ ടൈമിൽ വന്നോളൂ. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ കലിയുഗത്തില് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ വളരെ കരുണയോടുകൂടി എന്തായിട്ട് വന്നിരിക്കുന്നു? അർച്ചാ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണനെ കാണല്ലേ? ആ കൃഷ്ണനെ സന്തോഷിപ്പിക്കുക. ഇതാണ് നമ്മുടെ ആത്മീയ പ്രവർത്തനം. വേറൊന്നും ചിന്തിക്കണം. അധികം ചിന്തിച്ച കൊള്ളാവും. കൂടുതൽ ചിന്തിച്ച് ആ അദ്വൈതവാദ, ആ ദ്വൈതവാദ, അവിടെ ഇവിടെ രൂപമില്ല, അഗുണം നിർഗുണം ഒക്കെ ചിന്തിച്ച് വന്നാൽ അങ്ങനെ ഇരിക്കുക. സ്നേഹത്തോടെ വീട്ടിൽ വന്ന വിഗ്രഹം, ഫോട്ടോ ഏതാണോ അതെൻ്റെ കൃഷ്ണനാണ് അല്ലേ? ഇതാണ് എൻ്റെ ദൈവം എന്ന് ഉറച്ചു വിശ്വസിച്ച് അദ്ദേഹത്തിന് സർവീസ് ചെയ്യാം. അദ്ദേഹം സംസാരിച്ചു തുടങ്ങും. അത് ഇനി അടുത്ത് നിങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചിരിക്കും. ഈ ഫോട്ടോ സംസാരിക്കും, ഈ വിഗ്രഹം സംസാരിക്കും. ആരോ ഇന്നലെ ഓട്ടോയിൽ ഞാൻ വന്നപ്പോൾ വിഗ്രഹാരാധനയെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒന്നും സംസാരിക്കില്ല പ്ലീസ് പറഞ്ഞാൽ സംസാരിച്ച് നമ്മൾ വഴക്കാവും. അവർ തന്നെ കൃഷ്ണനും കർമ്മണ്ട് അതിൻ്റെ എന്നൊക്കെ ഓട്ടോറിക്ഷക്കാർ എൻ്റെ തിലാൻ കണ്ടോടെ ഈ പറയണേ. അപ്പം ഞാൻ ശരി സമ്മതിച്ചു. സത്യം പറഞ്ഞ ചേട്ടാ, നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞാൽ വഴക്കാവും. കാരണം ഞാൻ വിഗ്രഹ ആരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങൾ അതിൽ വിശ്വസിക്കണില്ല. പിന്നെ നമ്മൾ തമ്മിൽ വഴക്കാവും പറഞ്ഞു. അപ്പോൾ ആൾ നിർത്തി, ഞാൻ നിർത്തി. അപ്പോൾ വിഗ്രഹം സംസാരിക്കും. ഒറീസയിലെ ജഗന്നാഥപുരിയിലെ ജഗന്നാഥ, ബലദേവ്, സുഭദ്ര വിഗ്രഹങ്ങൾ റോഡിലൂടെ നടന്നു പോയിട്ടുള്ള അനുഭവം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷി ഗോപാൽ ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? സാക്ഷി ഗോപാൽ സാക്ഷി പറയാനായിട്ടാണ് ഇറങ്ങിയത്. ഒരു പാവം ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു അടുത്ത വീട്ടിൽ തന്നെ, എനിക്ക് ആ റിലേഷൻഷിപ്പ് അറിയില്ല, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുക ഈ ഭക്തനെന്ന് പറഞ്ഞു. ആളുടെ അമ്മാവനാണോ ആരാണെന്ന് എനിക്കറിയില്ല. അവരുടെ മോളെ ഈ ചെക്കനെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു.
ബൈ ചാൻസ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വാക്കുകൊണ്ട് പറഞ്ഞാണ് ഭഗവാൻ മാത്രമേ സാക്ഷിയുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർ വലിയ പണക്കാരായി, പെണ്ണിൻ്റെ വീട്ടുകാർ. ഇവൻ സാധു തന്നെയാണ് ഇപ്പോഴും. പണക്കാരായപ്പോൾ ഈ വീട്ടുകാർക്ക് ഇവനോട് കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്ത് പറഞ്ഞു, ഇല്ല നിനക്ക് എൻ്റെ മോളെ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞല്ലേ എനിക്ക് ഈ മോളെ തരാമെന്നുള്ളതെന്ന് പറഞ്ഞു. അതിനെന്താ തെളിവ്, ആര് പറഞ്ഞു? എനിക്ക് ഭഗവാൻ മാത്രമേ തെളിവുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം നാട്ടുകൂട്ടൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ ഇവന് എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് തെളിവുണ്ടോ ചോദിക്കണേ. അപ്പോൾ എനിക്ക് ഭഗവാൻ മാത്രമേ തെളിവുള്ളൂ പറയും. അങ്ങനെ അപ്പോൾ എവിടെ ആ തെളിവ് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് ഇദ്ദേഹം വിചാരിക്കും. ഇദ്ദേഹം ഒന്നും വിളിച്ചില്ല, ജയ് ജഗന്നാഥ് എന്ന് മാത്രം പറയും. ജഗന്നാഥ് ബലദേവ് സുഭദ്രാമായി ഇറങ്ങി വന്ന് നടന്ന് വന്ന് സാക്ഷി പറഞ്ഞു. ഒറീസ പുരിയിൽ കലിയുഗത്തിൽ നടന്ന കാര്യമാണ് നടന്ന്. അപ്പോൾ ജഗന്നാഥ് വിഗ്രഹം നമ്മളിവിടെ ഇരിക്കില്ലേ, ആ വിഗ്രഹങ്ങൾ, ആ 3 വിഗ്രഹങ്ങൾ കറക്റ്റായിട്ട് നടന്നു വന്നിട്ട് സാക്ഷി പറഞ്ഞു. അതാണ് സാക്ഷി ഗോപാൽ ക്ഷേത്രം എന്ന് ഇപ്പോഴും അവിടെ പറയുന്നത്. ഈ കഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മീൻസ് പോയിന്റ് ഇതാണ്, അദ്ദേഹം സാക്ഷി പറഞ്ഞു ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതാണ് അതിൽ ആളുടെ പേര് വ്യത്യാസം ഉണ്ടാവും, ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വിഗ്രഹം വിശ്വസിക്കണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലൊരു പ്രശ്നമില്ല. അതാണ് നമ്മുടെ ആത്മസാക്ഷി. ആത്മീയ പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ടും ചെയ്യാം, ആ ലക്ഷ്യബോധത്തോടെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ആത്മസാക്ഷാത്കാരം. ഇനി നമുക്ക് നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കായാലും പ്രചോദനം എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, മാതാജി വായിച്ച ഓർമ്മയുടെ ആത്മാവിൽ നിന്നാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് എവിടെ നിന്നാണ് പ്രചോദനം കിട്ടുന്നത്? ആത്മാവിൽ നിന്നാണ്. ആത്മാവിലില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനേ പറ്റില്ല. അത് ഉറപ്പല്ലേ? അത് സമ്മതിച്ചു തരുമല്ലോ അല്ലേ? ഡെഡ് ബോഡിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താ കാരണം? അദ്ദേഹത്തിനുണ്ട് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, എല്ലാ ഇന്ദ്രിയങ്ങളും ഈ ഡെഡ് ബോഡിക്ക് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആള് പ്രവർത്തിക്കാത്തത്, ചിരിക്കാത്തത്? ആത്മാവില്ല. അപ്പൊ ആത്മാവിന്റെ പ്രചോദനം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം മായികമായി തീരുന്നത്? ശരി, ആത്മാവിന്റെ പ്രചോദനം കൊണ്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. എല്ലാവരും അല്ലേ, ജീവനുള്ളവരെല്ലാവരുടെ ഉള്ളിലും ഹൃദയത്തിൽ ആത്മാവ് പരമാത്മാവ് ഉണ്ട്, ഒരു സംശയമില്ല. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മായികമായിട്ട് പ്രവർത്തിക്കുന്നു? ഓക്കെ, മാതാജി പറഞ്ഞത് ശരിയാണ്, ഭൗതികമായ ആഗ്രഹം കൊണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞൊരു ആൻസർ നമുക്ക് ചർച്ച ചെയ്യാം. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും മായികമായി തീരുന്നത്. ഇപ്പൊ നമുക്ക് നമ്മളാരെന്ന് അറിയില്ല, അറിഞ്ഞാലല്ലേ നമുക്ക്, അല്ലേ? ഇന്ദ്രൻ പന്നിയായിട്ട് ജനിച്ചു. ഇത്ര ഏതൊരു യുഗത്തില് ഇന്ദ്രൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ട് പന്നിയായിട്ട് ജനിച്ചു. അപ്പൊ നമ്മൾ ഏത് ഉയരത്തിലാണെങ്കിലും താഴോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ബ്രഹ്മാവാണെങ്കിലും താഴോട്ട് വരും. ശിവൻ മുതൽ ആരും വരില്ല. ശിവൻ ഇതൊക്കെ ജീവസത്തയല്ല. ബ്രഹ്മാവ് വരെ താഴോട്ട് വരും. ഇന്ദ്രൻ വന്നിരുന്നു. അപ്പോൾ നാരദ മഹർഷിക്ക് ഇന്ദ്രന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി. ഈ അമേദ്യം കഴിക്കുകയല്ലേ, ഈ പന്നി രൂപത്തിൽ പറയുമ്പോൾ വിസർജ്യങ്ങളെല്ലാം കഴിക്കാം. ഭയങ്കര വിഷമം തോന്നിയിട്ട് നാരദ മഹർഷി ലഡ്ഡു ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ്. മധുര പലഹാരങ്ങൾ, ദേവലോകത്ത് ഉണ്ടാക്കിയ നെയ്യിലുണ്ടാക്കിയത് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇന്ദ്രൻ പറയും, എനിക്ക് വേണ്ട, ഇതിൽ ഞാൻ ഭയങ്കര തൃപ്തനാണെന്ന്. എന്താണ്, എനിക്ക് ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നത്, എന്ത് വിസർജ്യങ്ങൾ. ഇന്ദ്രന്റെ മറവി നോക്ക് അല്ലേ, നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നു പോയി നമ്മൾ കണ്ണിക്കണ്ട വൃത്തികേടായി ജീവിക്കുക. ഈ ഇന്ദ്രൻ മറന്നു പോയപ്പോൾ എന്താണ്, ഇന്ദ്രൻ ഏത് ലെവലിരുന്ന ആളാണ് നോക്ക് അല്ലേ. ദേവലോകത്ത് അതിസുന്ദരമായിട്ടുള്ള സൗകര്യത്തോട് ജീവിച്ച ആള് തൻ്റെ അവസ്ഥ മറന്നുപോയി, ഞാൻ ആരായിരുന്നു എന്ന് മറന്നു പോയിട്ട് പന്നിയായപ്പോൾ ഇങ്ങനെ കഴിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. നമ്മൾ ആരാന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ. ഭയങ്കര ഹാപ്പിനെസ് ആവും നമുക്ക്. ഒന്നിനോട് ആഗ്രഹം ഉണ്ടല്ലോ, എല്ലാത്തിനോടും ഉദാസീനത വരും. ഇതൊന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയിൽ വരും. ഇനി അവിദ്യ കൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഇതിലുള്ള തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വായിക്കേണ്ട. അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അജ്ഞാനമാണ്. അവിദ്യ കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഈ അജ്ഞാനം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സൂക്ഷ്മ സ്ഥൂല ശരീരത്തിന് നമ്മൾ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുന്നു അല്ലേ. നമ്മുടെ വിചാരം നമ്മുടെ മനസ്സാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ, അല്ലെങ്കിൽ അഹങ്കാരം ഈഗോ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ശരീരമാണ് നമ്മൾ എന്നുള്ള തെറ്റായ ഒരു ചിന്തയാണ് നമുക്കുള്ളത്, എല്ലാവർക്കും ഉള്ളത് അല്ലേ. അത് ഒരാൾക്കൊന്നും അല്ല, ഏകദേശം ഒരു മിക്കവാറും ആളുകൾക്ക് 90% ആളുകൾക്ക് ഇത്രയും ചിന്ത. എന്താണ്, നമ്മൾ ഈ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതാണ് നമ്മളേത്. ഇതാണ് അവിദ്യ. അവിദ്യ കൊണ്ട് സംഭവിക്കുന്ന നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വതാല്പര്യങ്ങളെ സൂക്ഷ്മ സ്ഥൂലമായ ശരീരങ്ങളായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളായുള്ള സമ്പൂർണ്ണ പ്രവർത്തന പദ്ധതികളും ഉപയോഗശൂന്യമാകുന്നു. അപ്പോൾ
നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം നമ്മളത് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനം ചെയ്താൽ അത് ഉപയോഗശൂന്യമാകുന്നു. കാരണം യഥാർത്ഥ അവസ്ഥ അറിയാത്തതുകൊണ്ട് ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആവും. അതാണ് ജന്മാന്തരങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗശൂന്യമാകുന്നു. ഇനി ആരാണ് ജീവൻ മുക്ത? അത് നമ്മളിവിടെ ചർച്ച ചെയ്തു. മുക്തി അഥവാ ജീവൻ മുക്ത എന്നുള്ളൊരു വായിച്ചില്ലേ മാതാജി? ആരാണ് ജീവൻ മുക്ത? അതാണ് മാതാജി പറഞ്ഞ ആൻസർ. ഉചിതമായ സംസ്കാരത്തോടെ ആരാണ് ജീവൻ മുക്ത? മുക്താത്മാവ്. ഈ ശരീരത്തിൽ ഇരുന്നാലും സ്വതന്ത്രമായിരിക്കും ജീവൻ മുക്താത്മാക്കൾ. ശരീരത്തിൽ നിന്ന് പോയാലും സ്വതന്ത്രമായിരിക്കും. ആ ഒരു അവസ്ഥ ആർക്കാണുള്ളത്? അതാണ് ഇവിടെ ആൻസർ പറഞ്ഞിട്ട്. ഉചിതമായ സംസ്കാരത്തോടെ ആത്മാവിനെ ദർശിക്കുന്ന വ്യക്തി ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിട്ടുള്ള ഒരാളെ ജീവൻ മുക്ത അഥവാ ബദ്ധാവസ്ഥയിലും സ്വതന്ത്രമായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഉചിതമായ സംസ്കാരത്തോടെ നമ്മൾ ആത്മാവിനെ ദർശിക്കുന്നു അല്ലെ? എന്താണ് ഞാൻ ആത്മാവാണ് വ്യക്തമായിട്ട് നമ്മുടെ ആത്മാവിനെ ദർശിക്കുന്നു. നമ്മളെങ്ങനെ? ഉചിതമായ സംസ്കാരത്തോടെ. അങ്ങനെയുള്ള വ്യക്തി എന്ത് പ്രവർത്തനം ആരംഭിക്കുന്നു? ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവൻ മുക്തനാണ്. അല്ലെങ്കിൽ ഈ ഭൗതിക ശരീരത്തിലും എന്താണ്? അദ്ദേഹം മുക്ത ആത്മാവാണ് എന്നാണ് ജീവൻ മുക്ത എന്ന പദത്തിന്റെ അർത്ഥം. ജീവൻ മുക്തർ ആരാണെന്ന് മനസ്സിലായോ? നമ്മൾ ആത്മാവിനെ ദർശിക്കുന്നു, ആത്മാവിന്റെ പ്രവർത്തനം ഏർപ്പെടുന്നു. ഈ നമ്മളെ സാധാരണ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വയസ്സായിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പലരും എൻ്റെ ബന്ധുക്കളും അങ്ങനെയാണ്. എന്താ പേരെന്ന് വെച്ചാൽ വയസ്സായിട്ടില്ല, ഇതിനോട് ആവട്ടെ. 60 വയസ്സായ ആളാണ് എന്നോട് പറഞ്ഞത്. ഇതിനോട് എനിക്ക് പേടി, എനിക്കിപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് പേടിച്ച് നമ്മൾ വേഗം ഇത് ചെയ്യാൻ നോക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് പ്രായമായിട്ടില്ല, സമയമായിട്ടാണ് പറഞ്ഞിരിക്കുകയാണ്. മരണത്തിന് നമുക്ക് പ്രവചിക്കാനേ പറ്റാത്ത അവസ്ഥയിലാണ് മരണമൊക്കെ വരുന്നത് അല്ലേ? എത്ര കാലം ജീവിക്കും എന്തോന്നും ഒരു സംഭവം നമുക്കറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വ്യക്തികളാണ് എന്ത് പറയുന്നത്? ജീവൻ മുക്ത. ജീവൻ മുക്ത അതായത് ശരീരത്തിലിരുന്നാലും അവര് സ്വതന്ത്രരായിരിക്കും. എന്താ സ്വാതന്ത്ര്യം പറഞ്ഞാൽ? ഈ മുക്താവസ്ഥയാണ് സ്വാതന്ത്ര്യം പറയുന്നത് അല്ലേ? ഒന്നിനും അടിമപ്പെടാതെ ഭൗതികമായിട്ടുള്ള ഒരു വിഷയത്തിലും അടിമകളല്ല നമ്മൾ. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവരെ വിലയ്ക്ക് വാങ്ങാൻ ആർക്കും പറ്റില്ല. കാശുകാർക്ക് പറ്റുമോ? ശരിയായ ഭക്തരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ഒന്നിനും പറ്റില്ല എന്നാ. ഒരു തരത്തിലുള്ള അട്രാക്ഷൻ അവർക്ക് ഭൗതിക ലോകത്തോട് ഇല്ല. അവർക്ക് ആത്മീയ പ്രവർത്തനത്തോട് മാത്രമാണ് ആകർഷണമുള്ളത്. അവരെയാണ് എന്ത് പറയാ? ജീവൻ മുക്ത. ഇനി ഇത് എങ്ങനെ കൃത്രിമ മാർഗത്തിലൂടെ നമുക്ക് ജീവൻ മുക്തരാവാൻ പറ്റില്ല എന്ന് പറയണ്ടേ? പിന്നെ എന്താ? അത് മുമ്പ് കുറേ പേര് ആൻസർ പറഞ്ഞു. പ്രഭുവൊക്കെ പറഞ്ഞു കൃഷ്ണന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുക. അപ്പോഴേ നമുക്ക് ജീവൻ മുക്തരാവാനായിട്ട് പറ്റുള്ളൂ. ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ട് നമ്മൾ ആത്മീയ പ്രവർത്തനങ്ങൾ തുടർന്ന് പോരുമ്പോൾ നമ്മൾ എന്തായി മാറും? ജീവൻ മുക്ത അവസ്ഥയിലേക്ക് മാറും. ഇനി എപ്പോഴാണ് ജീവാത്മാക്കൾ ഭഗവാനെ മറക്കുന്നത്? അത് ഇതിൽ പറഞ്ഞത്. ഭഗവാനാണ് ഓർമ്മ, ബുദ്ധി, മറവിയൊക്കെ തരുന്നത്. ഇത് ഭഗവത്ഗീത 15-ാം അധ്യായം 15-ാം ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനാണ് ഇരിക്കുന്നത്. മത്ത സ്മൃതി ജ്ഞാനം അബോഹനം ച. ഞാനാണ് സ്മൃതി കാരണം എന്താ? ഓർമ്മ. ജ്ഞാനം അറിവ്, അബോഹനം മറവി. ഇത് മൂന്നും തരുന്നത് ഞാനാണെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാനത് കൊടുക്കുന്നത്? ഭഗവാൻ ജീവാത്മാക്കൾക്ക് മറവി കൊടുക്കണോണ്ടാണല്ലോ നമ്മൾ മറന്നു പോകുന്നത് അല്ലേ? ഭഗവാനാണ് മറവി കൊടുക്കണമെന്ന് ഇവിടെ ആ ശ്ലോകത്തിൽ പറഞ്ഞു. ഭഗവാനാണ് ഓർമ്മ കൊടുക്കണമെന്നും പറഞ്ഞു. ബുദ്ധി കൊടുക്കണം ഭഗവാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ മറക്കുന്നത്? ഭഗവാൻ മറവി തരണമുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഭഗവാൻ മറവി തരാൻ കാരണം? അതിന്റെ പറഞ്ഞോളൂ. അത് സത്യത്തിൽ അത് അങ്ങനെ പൂർണ്ണ സാധ്യത നമുക്ക് ശരിയാണ്. ഒറിജിനലായിട്ട് ആൻസർ അതല്ല. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മളെക്ക് മറവി തരുന്നത്? മാതാജി പറഞ്ഞ ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ ഒരു ആൻസർ കറക്റ്റാണ്. ഇത് മറന്നാലേ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ വീട്ടുകാർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഓർമ്മയുണ്ടെങ്കിൽ ഈ വീട്ടിലും ഇരിക്കാൻ പറ്റില്ല, ആ വീട്ടിലും ഇരിക്കാൻ പറ്റില്ല. ഓരോ ജന്മത്തിൽ നമ്മുടെ ഓരോ ബന്ധങ്ങൾ നമ്മുടെ ഇപ്പൊ ശത്രുവായി കാണുന്ന ആളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നമ്മുടെ ഒറ്റ മിത്രമായിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊരു കാര്യം കറക്റ്റാണ് മാതാജി പറഞ്ഞ. ആ മറവി തന്നില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, ഈ ജന്മം ജീവിച്ചു തീർക്കാൻ പറ്റില്ല. ചുറ്റുവട്ടമുള്ളവർ നമുക്ക് പല പല ബന്ധങ്ങളുള്ളവരാണ് ഇരിക്കേണ്ടവർ.
ഇതൊക്കെ ശരിയാണ്, ആൻസർ ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒറിജിനലായിട്ട് ഒരു ആൻസർ പറയുന്നുണ്ട്. ഭഗവാനാണ് ജ്ഞാനം, സ്മൃതി, മറവിയൊക്കെ തരുന്നത് അല്ലേ? ഭഗവാൻ എപ്പോഴാണ് ജീവാത്മാക്കളെ വിസ്മൃതിയിലാക്കുന്നത്? അതായത് ജീവാത്മാവ് ഭൗതിക ശക്തിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്. ഇതാണ് ആഗ്രഹം. ജീവാത്മാവിന്റെ ആഗ്രഹമാണ് ഈ പ്രശ്നം. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശക്തിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ അവനെ മറവി തരും. കാരണം ഓർമ്മ വന്നാൽ ആസ്വദിക്കാൻ പറ്റില്ല. ഭഗവാൻ ഓർമ്മ വന്നാൽ പെട്ടു, പിന്നെ നമുക്ക് ഭൗതികതയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. കൃഷ്ണനെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ മറവി തരികയാണ്. ആസ്വദിക്കാൻ ഒരു ജീവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഉടൻ ഭഗവാൻ മറവി തന്ന് നീ ആസ്വദിച്ചോളൂ. എത്ര സ്വാതന്ത്ര്യം തരുന്നില്ല, എത്ര കരുണയാണ് കൃഷ്ണന് നോക്കാം. അപ്പോൾ ഭഗവാൻ അവനെ മറവി എന്ന ഗൂഢതത്വത്താൽ ആവരണം ചെയ്തു. മറവി എന്ന ഗൂഢതത്വത്താൽ ആവരണം ചെയ്തു. തന്മൂലം ജീവാത്മാക്കൾ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ സ്വന്തം ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഈ മറവി വന്ന ഉടനെ നമ്മൾ തെറ്റിദ്ധാരണ തുടങ്ങി. നമ്മുടെ എന്താണ് ഈ ഇതാണ് ഞാൻ, ഈ ശരീരം, ഈ എൻ്റെ മനസ്സ്, ഈ ബുദ്ധി, അഹങ്കാരം, ഇത് ഞാനാണ്. ഇത് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കണം. ഇത് തെറ്റിദ്ധരിച്ചിട്ടേ ഇരിക്കണേ. ഈ തെറ്റിദ്ധാരണ എങ്ങനെ വരണം? ഭഗവാൻ തന്നെ തരണമാണ്. എന്തുകൊണ്ട് തരണം? നമ്മൾ ഭൗതികതയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ള ആഗ്രഹം നമ്മളൊക്കെ അറിയണേക്കാളും കൂടുതൽ ആർക്കറിയാം? കൃഷ്ണൻ ഭഗവാൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിനെ അനുവദിക്കുകയാണ്. ഇനി ഈ ജീവാത്മാവ് ഇങ്ങനെ കുരുക്കിൽ പെട്ടു. നമുക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം എന്തായി? ഈ കുരുക്കാണെന്ന് മനസ്സിലായി. നമ്മൾ കുറച്ച് പേർക്ക് സംഭവം മനസ്സിലായി. എന്താണ്? കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ഈ കുരുക്കിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ. എങ്ങനെ രക്ഷപ്പെടാം? ഈ ഹരേ കൃഷ്ണയിൽ വരണമെങ്കിലും ഭാഗ്യം വേണ്ടേ? ഇപ്പൊ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ചൊല്ലി ഇവിടെ വന്നുപെടണ്ടേ? ഇതാണ് സത്യം, ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് ആദ്യം വന്നുപെട്ടാൽ മതി. ഇത് വിശ്വസിക്കണ്ടേ അല്ലേ? നമ്മളിത് വന്നുപെടണം ഭക്തസംഘത്തിലേക്ക്. അതൊന്നും നമ്മൾ എത്ര കാലം വന്നുപെട്ടില്ല? നമ്മളിവിടെ ജീവിച്ചിരുന്നു, എത്രയോ കാലം ജീവിച്ചിരുന്നു. എനിക്ക് 24 വയസ്സിലാണ് ഞാൻ വന്നുപെട്ടത്. അതുവരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ വന്നുപെട്ടില്ല അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വയസ്സിലാണ് വന്നത്. അപ്പൊ വന്നുപെടണ്ടേ? അപ്പൊ വന്നുപെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം ആഗ്രഹിക്കണ്ടേ? ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഭാവമൊന്നും അറിയില്ല നമുക്ക്. ഇത് രക്ഷപ്പെടണം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വന്നുപെടും? മറവിയുടെ കുരുക്കിൽ നിന്ന് മോചിതനാണെന്ന് ജീവസത്ത ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന്. കൃഷ്ണ എന്നെ നേർവഴിക്ക് നയിക്കണേ. ഈ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്തത്. പണ്ട് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ ഭഗവാൻ, നമുക്കിതേ അറിയുള്ളൂ പ്രാർത്ഥിക്കാം. എന്നെ നേർവഴിക്ക് നയിക്കണേ അല്ലേ, സത്യം പറയാൻ പറ്റണേ, എല്ലാം അങ്ങനത്തെ ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ ഈ നേർവഴിക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ജീവാത്മാവ് മോചിതനാകണമെന്ന് ജീവസത്ത ഭഗവാനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭഗവാൻ ഒരു ഹെൽപ്പും ചെയ്യില്ല. ഏ യഥാമാം പ്രപദ്യന്തേ താം സദൈവ പ്രജാപിതം. നിങ്ങൾ ഏത് വിധത്തിൽ എന്നെ സമീപിക്കുന്നുവോ, ഏത് വിധത്തിൽ എന്നെ സമീപിക്കുന്നു അതേ വിധത്തിലേ പ്രതികരിക്കുള്ളൂ. എനിക്ക് ഇവിടുത്തെ ലോകത്തൊക്കെ ഒന്ന് സൂചിച്ചാൽ മതി. അയസ് തഥാസ്തു അല്ലേ? അങ്ങനെ എനിക്ക് അത് വേണം, തഥാസ്തു. ഇവിടെ എന്ത് അല്ല, എനിക്ക് ഇവിടുന്ന് മതി, രക്ഷപ്പെടണം. യെസ്, എന്നാൽ എനിക്ക് ഗീത തന്നു, ഇവിടുന്ന് രക്ഷപ്പെടാം. അപ്പൊ നമ്മൾ വന്നവർ കുറച്ചെങ്കിലും ഇവിടുത്തെ കുരുക്ക് മടുത്തിട്ട് തന്നെയാണ്. ഈ കുരുക്കിൽ പെട്ടിട്ട് പല ചിലപ്പോൾ വിഷമം കൊണ്ടായിരിക്കും. വിഷമം വരുമ്പോൾ ഈ കുരുക്ക് മനസ്സിലാവും അല്ലേ? കുരുക്ക് മനസ്സിലാവുന്ന വിഷമം വരുമ്പോഴാണ് പെട്ടിരിക്കുകയാണ് നമ്മളത് മനസ്സിലാവുന്നത് അല്ലേ? അങ്ങനെ പെട്ടിരുന്ന് നമ്മൾ മനസ്സിലാവുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ്? സഹായിക്കണേ, ഭഗവാനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ? നേർവഴിക്ക് നയിക്കണേ, കൃഷ്ണ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇവനെ യഥാർത്ഥ അവസ്ഥ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സത്സംഗങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കണം ഭഗവാൻ അതിനാണ്. അപ്പോൾ ഒരു പരിശുദ്ധനാവാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവിനാണ് ഈ സത്സംഗം കിട്ടുക. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ സഹായിക്കുന്നത്. എങ്ങനെ ജീവാത്മാവ് ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? വെറുതെ ഭഗവാൻ സഹായിക്കുമോ? ഇല്ല, വെറുതെ ആരും സഹായിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സഹായിക്കില്ല. കാരണം വെറുതെ സഹായിക്കണേ ഇവിടെ ആരും ഭൗതിക ലോകത്ത് ഇരിക്കില്ല. ഭഗവാനെ വെറുതെ സഹായിച്ചു വിട്ടാൽ പോരെ? ഇതേ പൊക്കോ പറഞ്ഞിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ താമസിക്കണം, പല കുരുക്കില്. ഒരു ജീവാത്മാ തന്നെ ആഗ്രഹിക്കണം, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. കൃഷ്ണ മതി, മടുത്തു, എനിക്ക് എന്നെ ദയവായിട്ട് അവിടുത്തെ സേവനത്തിൽ ഏർപ്പെടുത്തണേ, ഞാൻ ദയവായിട്ട് അവിടുത്തെ ദിവ്യ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തണേ, എനിക്ക് മടുത്തു. ഭൗതികമായ ആളുകളെ സേവിച്ച് പല ആളുകളെ സേവിച്ച് ഞാൻ മടുത്തു അല്ലേ? എനിക്കിനി അങ്ങ് മാത്രം മതി യജമാനൻ അല്ലേ? ഭഗവാന്റെ മുന്നിൽ കരയുക. ഭഗവാന്റെ സറണ്ടറുകൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യം വരില്ല അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ സഹായിക്കുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതാണ് സ്വാതന്ത്ര്യത്തിലല്ലേ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ നടന്നത് അല്ലേ? അതെ നമ്മൾ പഠിച്ചു സ്വാതന്ത്ര്യം. നമ്മൾ പഠിച്ച സ്വാതന്ത്ര്യം അതേ, നമുക്ക് ഒറിജിനൽ സ്വാതന്ത്ര്യം അറിയില്ല.
സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? അല്ലെ, ആൻസർ ഇവിടെ ഉണ്ട്. ഇപ്രകാരം ഈ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആത്മാവിനെ സാക്ഷാത്കരിച്ച് പ്രാർത്ഥിച്ച് ഫലമായിട്ട് ഭക്തി സേവനത്തിൽ ഏർപ്പെടണം. ഭഗവാൻ എന്നെ പ്രാർത്ഥിക്കണോണ്ടാണ് ഭഗവാൻ എന്നെ സാഹചര്യം ഏർപ്പെടുത്തുന്നത്. നേർവഴിക്ക് നയിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കും. അപ്പോൾ ഭഗവാൻ നേർവഴിയാണ് കാണിച്ചു തരുന്നത്. ഇതാണ് നേർവഴി. അപ്പോൾ ആ നേർവഴിക്ക് നമ്മൾ വന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തൻ്റെ ശാശ്വതമായ അവസ്ഥയിൽ ജീവാത്മാവ് ഒറിജിനൽ അവസ്ഥയിൽ നിവിഷ്ടനായി എന്നത്. നമ്മുടെ ഒറിജിനൽ രൂപത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് വന്നു ആയിക്കോട്ടെ, സങ്കടം കൊണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം കൊണ്ടായിക്കോട്ടെ, വന്നു പെടുന്നത് ഭഗവാന്റെ ഡയറക്ഷനിലാണ് വന്നു പെടുന്നത്. ഭഗവാൻ അറിയാണ്ട് ഇങ്ങനെ വന്നുവിടാൻ പറ്റില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് വരാനും പറ്റില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാര്യം മനസ്സിലാക്കി സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഒറിജിനൽ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അവൻ ബദ്ധ ജീവിതത്തിൽ സ്വതന്ത്രനായി തീരും. അങ്ങനെ നമ്മൾ ശാശ്വതമായ നമ്മുടെ അവസ്ഥയിൽ നിവിഷ്ടമാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബദ്ധ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താവണം? മോചിതനായി മാറുന്നു. ഈ സമയം ഭഗവാൻ തൻ്റെ ആന്തരിക ശക്തി കൊണ്ട് ഈ കർത്തവ്യം നിർവഹിക്കുന്നു. ഭഗവാൻ എങ്ങനെയാണ് ഇത് ചെയ്തു തരുന്നത് വെച്ചാൽ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ടാണ് ജീവാത്മാക്കളെ സഹായിക്കുന്നത്. ഭൗതിക ശക്തി, 2 ശക്തിയുണ്ട് ഭഗവാൻ. എന്തൊക്കെയാണ്? 3 ശക്തിയുണ്ട്. ഒന്ന് ഭൗതിക ശക്തി, ഒന്ന് ആത്മീയ ശക്തി. ഭഗവാൻ ഈ ഭൗതിക ശക്തിയിൽ തന്നെ ഇരുന്നിട്ട് ആത്മീയ ശക്തി ഉപയോഗിച്ചിട്ട് ബദ്ധജീവാത്മാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ശക്തി ഉപയോഗിച്ച് സഹായിക്കും. അങ്ങനെയാണ് ആത്മീയ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഭക്തസംഘമൊക്കെ വരുന്നത്. ഭക്തി കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ആത്മീയ ശക്തിയിലാണ് വരുന്നത്. അപ്പോൾ ഈ വ്യക്തിയാണ് സ്വതന്ത്രനായ വ്യക്തി. ആരാണ് സ്വതന്ത്രനായ വ്യക്തി എന്ന് പറഞ്ഞാൽ? ഭൗതികമായ എല്ലാ നൂലാമാലകളും നമ്മൾ വിട്ടൊഴിഞ്ഞു. കൃഷ്ണന് വേണ്ടിയുള്ള ഒരു കാര്യത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ബാക്കി മുഴുവൻ നാടകമായി മാറി നമ്മുടെ. മനസ്സിലായി? ആ ഒരു അവസ്ഥയാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറഞ്ഞത്, അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും സത്യമല്ലേ? ഇപ്പോൾ ഒരു നാടകമാണ്. ഭൗതിക ലോകത്തുള്ള ജീവിതവും ജോലി ചെയ്യലും കടമ നിർവഹിക്കലൊക്കെ നാടകവും. ഒറിജിനൽ എന്താണ്? കൃഷ്ണഭക്തി. ഇതാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഭൗതിക ശക്തിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവിന്റെ കർത്തവ്യം ഭഗവാന്റെ ബാഹ്യശക്തിയാൽ നിർവഹിക്കപ്പെടുന്നു. ഇനി നമ്മൾ ഭൗതിക ലോകം ആസ്വദിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ആരാണ് നിർവഹിച്ചു തരുന്നത് നമുക്ക്? ഭഗവാന്റെ ബാഹ്യശക്തി. ഭഗവാന്റെ ബാഹ്യശക്തി. ഭക്തി ചെയ്യണം, ഭഗവാനെ കിട്ടണം ആഗ്രഹിക്കുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ആത്മീയ ശക്തി, ഭഗവാന്റെ അന്തരംഗ ശക്തി. ഇത്രയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇത് മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായോ? ഇതൊരു ഗ്രാമറായിരുന്നു. ഗ്രാമർ മനസ്സിലായി. ശ്ലോകം 34 എടുക്കാം. സമയമില്ലേ? ഈ ശ്ലോകം കൂടെ എടുക്കണം. എന്തായാലും 34 എടുക്കാം. നോക്കിക്കോ. യദി ഏഷാ ഉപരദാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദുഃ महिम्नि स्वे महीयते यदि एषा उपरदा देवी माया वैशारदीमती संपन्न एवेदि विदुः महिम्नि स्वे महीयते. हरे कृष्ण. श्लोकन 2 പേര് വായിച്ചോളൂ കേട്ടോ. ഈ ശ്ലോകം കുറച്ചേ ഉള്ളൂ. ബോറടിക്കുന്നെങ്കിൽ ക്ഷമിക്കുക, വേഗം കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് വായിച്ചു. രാധേ രാധേ. ഹരേ കൃഷ്ണ. അതിൻ്റെ അർത്ഥം വായിച്ചോളൂ. അർത്ഥം പറയാം. യതി അങ്ങനെയായാലും, എത്രയായാലും, ഏഷ അവർ, ഉപരത പ്രശമിച്ചു, ദേവിമായ മായാശക്തി, വൈശാരദി വിജ്ഞാന സമ്പൂർണം, മതിഹി പ്രബുദ്ധത, സമ്പന്ന സമൃദ്ധമാകുക, ഏവ നിശ്ചയമായും, ഇതി അപ്രകാരം, വിദുഹു അഭിജ്ഞാനമുള്ളവനായി തീരുക,
മഹിംനി മഹാത്മ്യങ്ങളിൽ സ്വേ ആത്മാവിൽ മഹീയതേ സ്ഥാപിതമായിരിക്കുന്ന വിവർത്തനം ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരാകുകയുമാണെങ്കിൽ അനന്തരം അവൻ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്താൽ പ്രബുദ്ധനാകുകയും അപ്രകാരം അവൻ്റെ സ്വമാഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം വായിച്ചോളൂ. മാതാജി വേറെ ആൾക്ക് കൊടുക്കും. മാതാജി വായിച്ചോളൂ. പുസ്തകം ഒന്ന് കൊടുക്കും. ഹരേ കൃഷ്ണ. ഭഗവാൻ സർവാതിശയനും അതീന്ദ്രിയ നിരപേക്ഷകനുമാകയാൽ ഭഗവാന്റെ സർവനാമങ്ങളും രൂപങ്ങളും ലീലകളും ഗുണങ്ങളും സന്തത സഹചാരികളും ശക്തികളുമെല്ലാം ഭഗവാനിൽ നിന്നും അഭിന്നങ്ങളാണ്. ഭഗവാന്റെ അനന്തശക്തിക്കനുസൃതമായി ഭഗവത് ശക്തികൾ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ അതേ ശക്തി തന്നെയാണ് ആന്തരികവും ബാഹ്യവും പ്രാന്തീയവുമായ ശക്തികളായി പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഭഗവാന്റെ അനന്തശക്തിയാൽ ഭഗവാൻ എന്തും ഏതും മുൻപറഞ്ഞ ഏതെങ്കിലും ശക്തികളുടെ കർത്തൃത്വത്തെ നിർവഹിക്കുന്നു. സ്വയിച്ഛയാൽ ബാഹ്യശക്തിയെ ആന്തരിക ശക്തിയായി രൂപാന്തരപ്പെടുത്താൻ ഭഗവാന് കഴിയുന്നു. ഭൗതിക ശക്തിയുടെ മായിക പ്രപഞ്ചം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാക്കളെ മായാവ്യമോഹത്തിന് വിധേയമാക്കാൻ നിയുക്തമായ ഭഗവാന്റെ ബാഹ്യശക്തി ബദ്ധാത്മാക്കളുടെ പശ്ചാത്തലത്തിലൂടെയും തപസ്യയിലൂടെയും ഭഗവത് ഇച്ഛയാൽ പ്രചരിക്കുന്നു. മാത്രവുമല്ല, അതേ ശക്തി അനന്തരം പരിശുദ്ധ ജീവാത്മാക്കളെ ആത്മസാക്ഷാത്കാര പാതയിലെ ഉന്നമനത്തിന് സഹായമാകുന്ന വിധം പ്രവർത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുത ശക്തിയുടെ ദൃഷ്ടാന്തം അത്യുത്തമമാണ്. അനുയോജ്യമായ ക്രമീകരണത്തിലൂടെ മാത്രം വൈദ്യുതി വിദഗ്ധൻ ഒരേ വിദ്യുശക്തിയെ ചൂടാക്കാനും തണുപ്പിക്കാനും വിനിയോഗിക്കുന്നു. അതേപോലെ ജനനമരണ ആവർത്തന ചക്രത്തിൽ ജീവാത്മാക്കളെ സംഭ്രാന്തരാക്കുന്ന ബാഹ്യശക്തി ഭഗവത് ഇച്ഛയാൽ ആന്തരിക ശക്തിയായി രൂപാന്തരം പ്രാപിച്ച് ജീവാത്മാക്കളെ ശാശ്വത ജീവിതത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം എപ്പോൾ ജീവാത്മാക്കൾക്ക് ഭഗവത് അനുഗ്രഹം ലഭിക്കുന്നുവോ അപ്പോൾ അവൻ ശാശ്വതമായ ആത്മീയ ജീവിതം ആസ്വദിക്കാനായി അവൻ്റെതായ ഉചിത വ്യവസ്ഥാപിത പദവിയിൽ നിവേശിക്കപ്പെടും. ഹരേ കൃഷ്ണ. രാധേ രാധേ. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറയുക, 3 ശക്തികളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്തൊക്കെ ഒരു ആദ്യം പറഞ്ഞു, എല്ലാം ഭഗവാന്റെ എന്തൊക്കെ തുല്യമാണ്? ഭഗവാന് തുല്യമാണ് ഭഗവാന്റെ നാമം അല്ലേ? ഭഗവാനും ഭഗവാന്റെ നാമം, പിന്നെ അദ്ദേഹത്തിന്റെ രൂപം, പിന്നെ ലീലകൾ, ഗുണങ്ങൾ, സഹചാരികൾ, ശക്തികൾ, ഇതെല്ലാം തുല്യമാണ്. ഭഗവാന്റെ ഈ സംഭവങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. ഏത് സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഭഗവാനും ഭഗവാന്റെ നാമം, രൂപം, ലീലകൾ, ഗുണങ്ങൾ, അനുസാരികൾ, ശക്തികൾ, സഹചാരികൾ, ഇതെല്ലാം തുല്യമാണ്. തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ നാമം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഭഗവാനുണ്ട്. ഭഗവാനെ കണ്ടിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. നാമം ജപിക്കുമ്പോൾ ഭഗവാനെ കണ്ടു. ആ നാമം കൃഷ്ണൻ തന്നെയാണ്. ഭഗവാന്റെ രൂപം കൃഷ്ണനാണ് അല്ലേ? ഭഗവാന്റെ സഹചാരികളൊക്കെ തുല്യമാണ്. അനുസാരികൾ, ഭഗവാന്റെ വിശ്വർ, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഭഗവാനെ കാണുന്നില്ലേ? ഓരോ സംഭവത്തിലും ഭഗവാനെ കാണുന്നു. അതാണ് ഫസ്റ്റ് വരിയിൽ പറഞ്ഞത്. അടുത്തത് ഭഗവാൻ എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 3 ശക്തി ഉണ്ടെന്ന്. എന്തൊക്കെയാണ്? തടസ്ഥ ശക്തി. 3 ശക്തി കേൾക്കാത്തവർക്ക് അന്തരംഗ ശക്തി അതൊന്ന്. ഭഗവാന് 3 ശക്തികളാണ് മെയിനായിട്ടുള്ള. അന്തരംഗ ശക്തിയാണ് ഭഗവാന്റെ ഉള്ളിലുള്ള ആധ്യാത്മിക ശക്തി. രാധാറാണി ഭക്തന്മാരൊക്കെ അതിലാണ് പെടുന്നത്. ആധ്യാത്മിക ശക്തി ഒന്ന്. രണ്ടാമത്തെ ബാഹ്യശക്തി ഭഗവാൻ, അതാണ് മഹാമായ. അതാണ് ദുർഗ, ശിവന്റെ പത്നിയാണ് മഹാമായ. ഭഗവാന്റെ സഹോദരിയും കൂടിയാണ് മഹാമായ. ബാഹ്യശക്തിയാണ് ഭഗവാൻ. പിന്നെ ഇവർ രണ്ടും ഇല്ലാത്ത ശക്തികളാണ് നമ്മൾ ജീവസത്തകൾ. അതായത് തടസ്ഥ ശക്തി അല്ലെങ്കിൽ പ്രാന്തീയ ശക്തിയാണ്. ഈ നമ്മൾക്ക് രണ്ടവിടേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ അന്തരംഗ ശക്തിയുടെ കൂടെ ചേർന്ന് നമ്മൾ ഭക്തി ചെയ്യും, അല്ലെങ്കിലോ മഹാമായയുടെ കൂടെ ചേർന്ന് ഭൗതികത ചെയ്യും.
ഇത് രണ്ടിലേക്കും ചായവുള്ളവരാണ് നമ്മൾ മിഡിലുള്ള ജീവശക്തികൾ. എങ്ങോട്ട് പോകണമെന്ന് നമ്മുടെ ആ ആത്മീയ അറിവിനെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 പോയിന്റ് പഠിച്ചു ഈ ശ്ലോകത്തിൽ. ഒന്ന്, ഭഗവാന്റെ നാമം, രൂപം, ലീലകൾ, ഗുണങ്ങളൊക്കെ തുല്യമാണെന്ന് പഠിച്ചു. 2, 3 ശക്തികളുണ്ടെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ 3 ശക്തികൾ. ഇനി എങ്ങനെയാണ് ഭഗവാൻ ഇച്ഛയാൽ ബാഹ്യശക്തി ആന്തരശക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്? അപ്പോൾ നമ്മൾ ഭൗതിക ലോകത്താണ്, ഇവിടെ ബാഹ്യശക്തിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി ഭഗവാനോട് ബാഹ്യശക്തിനെ ആന്തരിക ശക്തിയായിട്ട് രൂപാന്തരം പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഭൗതിക ശക്തിയുടെ മായിക പ്രപഞ്ചം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാക്കളെ വ്യാമോഹത്തിന് വിധേയമാക്കുന്ന ഭഗവാന്റെ ബാഹ്യശക്തിയാണ് അല്ലേ? അതായത് നമുക്ക് മായിക പ്രപഞ്ചം, ഈ ഭൗതിക ലോകം, ഈ ദുർഗാദേവിയുടെ ഈ ലോകം നമുക്ക് ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ വ്യാമോഹത്തിൽ അടിമപ്പെടുത്തിയിട്ട് ഇവിടെ കിടത്തുന്നത് ആരാണ്? ഭഗവാന്റെ ബാഹ്യശക്തി. അതാണ് ബാഹ്യശക്തി. ഈ ദുർഗാദേവിയുടെ കൺട്രോളിൽ ഇരിക്കുമ്പോൾ എവരി ആക്ഷൻ, അതിനുള്ള റിയാക്ഷനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുർഗാദേവിയുടെ കൺട്രോളാണ് മുഴുവൻ നടക്കുക. എപ്പോഴാണ് വ്യക്തി നാമം ജപിക്കുന്നത്, ഉടൻ ദുർഗാദേവി എന്ത് ചെയ്യും? ഈ വ്യക്തികളെ ആന്തരിക ശക്തിയിലേക്ക് മാറ്റിവിടും. അതായത് ഭഗവാന്റെ തന്നെ ആന്തരിക ശക്തി ഈ ഭൗതിക ലോകത്ത് പ്രവർത്തിക്കുന്ന വന്നിട്ട്. ആന്തരിക ശക്തി ഇവിടെ ഉള്ളതല്ല, ആത്മീയ ലോകത്തിലുള്ളതാണ് യോഗമായ ദേവി. പക്ഷെ ഇവിടെ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ബാഹ്യശക്തിയിൽ തന്നെ ഭഗവാൻ വന്നിട്ട് ആന്തരിക ശക്തിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. ബദ്ധാത്മാക്കൾ എപ്പോഴാണ് സംഭവിക്കാം? ബദ്ധാത്മാക്കളുടെ പശ്ചാത്താപം, തപസ്യ, ഇത് രണ്ടും വേണം. പോയിന്റ് ഇതാണ്. എപ്പോഴാണ് നമ്മളിരിക്കുന്ന ഈ ഭൗതിക ശക്തി നമുക്ക് മേൽ ആത്മീയ ശക്തിയായിട്ട് എപ്പോഴാണ് പ്രവർത്തിക്കുക? നമ്മളുടെ പശ്ചാത്താപം, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തിട്ട് ഭഗവാനെ മറന്ന് കുറക്കാനും ജീവിച്ച് ഓർത്തിട്ടുള്ള പശ്ചാത്താപം, പ്ലസ് അതിന് രക്ഷപ്പെടാനുള്ള തപസ്യ, അതാണ് ജപം അല്ലേ? നേരത്തെ എനിക്ക് കുറിച്ച് ജപിക്കല് അല്ലേ? പിന്നെ യമനിയമങ്ങൾ അനുസരിക്കലൊക്കെ നമ്മുടെ തപസ്യാണ്. അപ്പോൾ നമ്മുടെ പശ്ചാത്താപവും തപസ്യയും കാരണം അവരുടെ ആത്മസാക്ഷാത്കാര ഉന്നമനത്തിന് സഹായമാംവിധം ആര് പ്രവർത്തിക്കുന്നു? ഈ ബാഹ്യശക്തി തന്നെ അന്തരംഗ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഭൗതിക ലോകം പറഞ്ഞ ബാഹ്യശക്തിയുടെ കൺട്രോളാണ്. ഈ ലോകത്ത് ബദ്ധാത്മാക്കളുടെ തപസ്സും പശ്ചാത്താപത്തിന്റെ ഫലമായിട്ട് ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഇവരെ സഹായിക്കാനായിട്ട് ഈ ബാഹ്യശക്തി ആത്മീയമായിട്ട് പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് കൈ ഉയർത്തോളൂ. ഹരേ കൃഷ്ണ. ഒന്ന് താഴ്ത്തിട്ടോളൂ. ഉറക്കം മാറാനാണ് ഒക്കെ ഈ ബാഹ്യശക്തി ആന്തരശക്തി ഭ്രാന്ത് പിടിച്ചിട്ട് നിങ്ങളെ സമ്മതിക്കണം, ഇരിക്കണ്ടല്ലോ ആലോചിച്ചിട്ട്. നല്ല ഭക്തരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സഹിച്ചിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പോകും അല്ലേ? എത്രയും നേരം സഹിക്കണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് ഭക്തിയിലോണ്ടാണ് കേട്ടോ, ഭഗവാനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബദ്ധാത്മാക്കളുടെ പശ്ചാത്താപവും തപസ്യയും ഇത് കാരണമാണ് അവരുടെ ആത്മസാക്ഷാത്കാര ഉന്നമനത്തിന് സഹായകമാവിധം ഈ ആന്തരിക ശക്തി, ബാഹ്യശക്തിയെ ആന്തരിക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് വൈദ്യുത ശക്തിയെ പറയുന്നത്. ഈ വൈദ്യുത ശക്തിയുടെ പ്രവർത്തിപ്പിക്കുന്ന ആള്, അതായത് വൈദ്യുത വിദഗ്ധൻ, ഇതേ വൈദ്യുതിനെ തണുപ്പാക്കിയിട്ടും ചൂടാക്കിയിട്ടും വരണം. വെള്ളം ചൂടാക്കാനും ഇതേ വൈദ്യുതി ഉപയോഗിക്കുന്നു, ഇതേ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഫ്രീസറിൽ അല്ലേ തണുപ്പിക്കാനും ഉപയോഗിക്കുന്നത്, അതിൽ AC ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഉദാഹരണം പറഞ്ഞത്. ഇതിങ്ങനെയാണ് ഭഗവാൻ ചെയ്യണമെന്നാണ് ഈ അദ്ദേഹത്തിന്റെ ബാഹ്യശക്തിനെ ആന്തരശക്തിയായിട്ട് മാറ്റുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ശ്ലോകം കഴിഞ്ഞു കേട്ടോ. ജനന മരണ ചക്രത്തിൽ സംഭ്രാന്തരാകുന്ന ജീവാത്മാക്കളുടെ പ്രാർത്ഥനയും തപസ്യയും കാരണം ഭഗവാന്റെ ഇച്ഛയാൽ ബാഹ്യശക്തി ആന്തരശക്തിയെ രൂപാന്തരം പ്രാപിച്ച് ജീവാത്മാക്കളെ ശാശ്വത ജീവിതത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഭഗവത് അനുഗ്രഹത്താൽ അവർ തന്റെ വ്യവസ്ഥാപിത പദവിയിൽ നിവിഷ്ടനാകും. അങ്ങനെ ഈ സഹായിച്ചു തുടങ്ങി, സത്സംഗമൊക്കെ തന്നു. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? വരാൻ എളുപ്പം, പോകാൻ എളുപ്പം. 10 ഗുണം ഉണ്ടെങ്കിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. എവിടെയാണെങ്കിലും ഒരു കല്യാണ ജീവിതം, വിവാഹ ജീവിതം നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 ഗുണത്തിലുള്ളവർക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കാൻ എളുപ്പമാണ് ഒരാളെ കണ്ടിട്ട്, ഡിവോഴ്സ് ചെയ്യാൻ അതിലേറെ എളുപ്പമാണ്. പക്ഷെ ഇതിന് അവസാനം വരെ ഈ കഷ്ടം സഹിച്ച് ദേഷ്യമൊക്കെ സഹിച്ച് പിടിച്ചു നിൽക്കണ്ടേ? ചിലപ്പോൾ നിരന്തരം വഴക്കുണ്ടാവും അല്ലേ? പിടിക്കാത്തൊക്കെ ചെയ്യും. എന്നിട്ട് അതിനെ സഹിച്ച് നിൽക്കണേ എന്ത് വേണം? 10 ഗുണം വേണം. വിവാഹം കഴിക്കാൻ എന്ത് വേണം? രജോ ഗുണം മതി. ഡിവോഴ്സ് ചെയ്യാൻ തമോ ഗുണം മതി. നിലനിൽക്കണമെങ്കിൽ 10 ഗുണം വേണം. അതേപോലെ കൃഷ്ണഭക്തിക്ക് വരാൻ രജോ ഗുണം മതി. പെട്ടെന്ന് വരും. വരുന്ന എല്ലാവരും കാണാറില്ല അല്ലേ? ചിലപ്പോൾ വരും, മാലയിട്ട് കൊടുക്കും, പിന്നെ അവരെ കാണാറേ ഇല്ല. പിന്നെന്താണ്? പിടിച്ചു നിൽക്കുന്ന കുറേ നമ്മുടെ ഭക്തന്മാരുണ്ട് കേട്ടോ ഇവിടെ. കുറേ വർഷങ്ങളായിട്ട് സത്സംഗം മുടക്കാത്ത ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. പിന്നെ അതുപോലെ
തിരിച്ചു പോകാൻ എന്ത് മതി? സത്സംഗത്തിന് ഇന്നൊരു പനി, ഇന്ന് മഴ പെയ്യുണ്ടോ എന്നൊരു സംശയം, വീട്ടിലിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും ആ സമയത്തേക്ക്, അല്ലേ? അപ്പം അത് തമോ ഗുണത്തിലാണ്. പക്ഷേ സത്വഗുണത്തിലിരിക്കുന്ന വ്യക്തിക്ക് എന്ത് തന്നെ അവസ്ഥ ഉണ്ടായാലും സത്സംഗത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഒരു സാധനം നിലനിർത്തണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? സത്വഗുണം. പപ്പടം കിട്ടിയില്ല, അടുത്ത ആഴ്ച വരുന്നു. മാതാജി ചിരിച്ചോ? ഡൗട്ടുണ്ട് ചിരിച്ചോ എന്ന്. പ്രഭുവിനും കുഴപ്പമില്ല, മാതാജിയുടെ മുഖത്തിന് എന്തോ ഒരു വ്യത്യാസം. ഞാൻ 2 ആഴ്ച വരുന്നില്ല. അതല്ലേ നിലനിൽക്കണമെങ്കിൽ നമ്മളെ ഫേസ് ടു ഫേസ് എല്ലാം കണ്ട് സ്നേഹിച്ചില്ലേ പോസിറ്റീവ് നെഗറ്റീവ് അംഗീകരിക്കുമ്പോഴാണ്. ഒരാൾക്ക് നല്ലത് മാത്രമൊന്നും അല്ല ഉള്ളത്, അല്ലേ? അത് കൃഷ്ണന് മാത്രമേ നല്ലത് മാത്രമുള്ളൂ. നമുക്ക് എല്ലാവർക്കും 50% നല്ലതുണ്ടെങ്കിൽ 50% ചീത്തയുണ്ട്, അതിൽ സംശയമില്ല. അത് മാതാജിക്കും പ്രഭുവിനും നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതിൽ നമ്മളൊരാളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഉൾക്കൊള്ളുക, ആസിറ്റീസ് അത് ഉൾക്കൊണ്ടിട്ട് നിൽക്കുന്നതാണ് സത്വഗുണം എന്ന് പറയുക. ഭാര്യയ്ക്ക് നല്ല ഗുണം മാത്രമൊന്നുമല്ല, വഴക്കുണ്ടാക്കാനുള്ള ഗുണം ഭാര്യമാർക്കുണ്ട്, ഭർത്താവിന് അതുപോലെ ഉണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കിയിട്ട് അല്ലേ അതിനെ പിടിച്ചു നിൽക്കണതിനാണ് എന്താ പറയുക? സത്വഗുണം. അപ്പൊ സത്സംഗത്തിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ഒരു ജോലിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സത്വഗുണം വേണം. അതിൽ നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ അത് വിട്ടെറിഞ്ഞ് പോകും, അല്ലേ? അപ്പൊ ഏതവസ്ഥയിൽ ആരാണോ ശരിക്കും അതിന്റെ സഹനം പിടിച്ചു നിൽക്കണേ, എല്ലാ സുഖമാകുമ്പോൾ എല്ലാം പിടിച്ചു നിൽക്കുക. കംപ്ലീറ്റ് പ്രശ്നമാണ് പോണ്ടി വരുന്ന വെച്ചാൽ നമ്മൾ പിടിച്ച് കൃഷ്ണ എനിക്കവിടെ നിലനിൽക്കണം എന്ന് വിചാരിക്കണതാണ് സത്വഗുണം. ജയസാക്ഷി പ്രഭു നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ വരികളൊക്കെ. പ്രഭു ആണെന്ന് പറഞ്ഞത് ഒരു സത്വഗുണത്തിലുള്ള വ്യക്തിക്കാണ് നമുക്കിവിടെ ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ സ്ഥിരമായിട്ട് ഒരാളെ വർഷങ്ങളായിട്ട് ഒരാൾ സത്സംഗത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സത്വഗുണത്തിലാണെന്ന് അർത്ഥം. വർഷങ്ങളായിട്ട് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും പിടിച്ചു നിൽക്കേണ്ട, ഇഷ്ടമില്ലെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ അത് സത്വഗുണത്തിലാണ്. ജോലിയിലാണെങ്കിലും എന്തിലാണെങ്കിലും അല്ലേ പിടിച്ചു നിൽക്കുക എന്നുള്ളത് സത്വഗുണത്തിലേ നടക്കുള്ളൂ. സംഹാരം തമോഗുണത്തിൽ നടക്കണതാണ്. വേണ്ടാന്ന് പെട്ടെന്ന് നമുക്ക് വെക്കാം, അല്ലേ? ഒരു നിമിഷം അത് വേണ്ട വയ്ക്കാൻ. ഒരു പ്രഭു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു, വീട് വെക്കാനായിരുന്നു. വീട് വെക്കാൻ 1-2 വർഷം പരിശ്രമിച്ചാൽ വീട് വെക്കാൻ പറ്റുന്നത്. അത് പൊളിക്കാൻ എത്ര നിമിഷം വേണമെന്ന് ചോദിച്ചു, അല്ലേ? ഒരു ദിവസം മതി വീട് പൊളിക്കാൻ. പക്ഷെ ഈ വീട് 19 വർഷം മെയിൻറ്റെയിൻ ചെയ്ത് കറണ്ട് ബില്ലടച്ച് പെയിന്റ് ചെയ്ത് ഇത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? അത് സത്വഗുണം വേണമെന്ന്. അപ്പോൾ നമ്മൾ എന്തിലാണെങ്കിലും നിലനിൽക്കുന്ന സത്വഗുണത്തിലാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കാണ് ഈ സത്വഗുണം ഉയർന്നു വരുള്ളൂ. അങ്ങനെ അവർ തൻ്റെ വ്യവസ്ഥാപിത പദയിൽ നിവിഷ്ടനാകുന്നു. നമ്മൾ ബൈബിളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവന് ദൈവ സാമ്രാജ്യം ലഭിക്കും. ഇടയ്ക്ക് വെച്ച് പോയവർക്ക് പോവാത്രേ ഉള്ളൂ, അത്രേ കിട്ടുള്ളൂ, ബാക്കി അടുത്ത ജന്മം, അല്ലേ? പക്ഷെ വീഴൊന്നുമില്ല. യോഗികൾക്ക് ഒരു യോഗം എന്താ? അർജുനൻ ചോദിക്കണ്ടേ ഈ ചോദ്യം? ഇപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യം, കൃഷ്ണ ഇതിൽ വന്നുവിടുകയും ചെയ്തു, ഭക്തി മാർഗത്തിൽ വന്ന് മുഴുപ്പിക്കാൻ പറ്റിയില്ല, ഭൗതിക ആഗ്രഹം കൊണ്ട് എങ്ങനെയും ആ വ്യക്തി പോയി. എന്ത് സംഭവിക്കും ആ വ്യക്തിക്ക്? ഭഗവാൻ വിഷമിക്കേണ്ട, അടുത്ത ജന്മം ഉന്നത കുലത്തിൽ, അതായത് ബ്രാഹ്മണരുടെയോ വൈഷ്ണവരുടെയോ മഹാഭക്തന്മാരുടെ യോഗികളുടെ കുടുംബത്തിൽ ഇവൻ ജനിക്കും. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ ജനിച്ച ജന്മന അതിലുള്ള അട്രാക്ഷൻ, ഇതിനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവും, അല്ലേ? വേറെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നേരത്തെ തന്നെ അട്രാക്ഷൻ ആവും. ഒരു വ്യക്തിക്ക് തിലകം കാണുമ്പോഴേക്കും നാമജപം കാണുമ്പോഴേക്കും ഇങ്ങനെ അട്രാക്ഷൻ വരണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം? ചിലവരോട് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവല്ലേ? ചില വ്യക്തികളോട് വെറുതെ പറയുമ്പോഴേക്കും അവർക്ക് എല്ലാത്തിനും താല്പര്യമായി. നോൺ വെജ് ഉപേക്ഷിച്ചു, തിലകം ഇട്ടു, നാമം ജപിച്ചു. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ ജന്മത്തിന് ബാക്കിയാണ് അവർ ചെയ്യുന്നത്. കഴിഞ്ഞ ജന്മം കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാണ്ട് ഫാൾ ഡൗൺ ആവുകയോ മരിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മുഴുവനാക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ജന്മം ജനിച്ച ഉടനെ വ്യക്തികൾക്ക് ഇത് കാണുമ്പോഴേക്കും ആകർഷണം തോന്നുന്നത്. എന്താ ഒരു സന്തോഷം! ഭഗവത്ഗീത കഥ കേൾക്കുമ്പോൾ, ഭാഗവതം കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ. ഇത് എന്തുകൊണ്ടാണ്? ബാക്കി ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ചിലവർ നമ്മൾ പിടിച്ച് കൊണ്ടുവന്നത് ഈ നായക്കുട്ടികളെ കൊണ്ടുവരില്ലേ, വെള്ളത്തിൽ പിടിച്ച് അക്കരെ കിടത്തുന്നതിന് പോലെയാണ്, അല്ലേ? കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഒന്ന് വിട്ടാൽ മതി, വിട്ട് കഴിഞ്ഞാൽ അപ്പം പോകും നമ്മൾ പോയി. പക്ഷെ ചിലവരോട് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല, അവർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത പോലെ നമുക്ക് തോന്നും. ഗുരുമഹാരാജൻ അങ്ങനെയാണ്, ജയപ്രകാശസ്വാമി അങ്ങനെയാണ്. പ്രഭുപാദിനെ കണ്ട് തിലകം കണ്ടെന്ന് ആൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്തൊക്കെയോ ഒരു ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് പ്രഭുപാദിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പ്രഭുപാദ് ഞാൻ പെട്ടെന്ന് തന്നെ തലമുണ്ടനം ചെയ്തു, എനിക്കിപ്പോൾ തന്നെ ദീക്ഷ വേണമെന്ന് പ്രഭുപാദിനോട്. ദീക്ഷ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് പൂണൂരിട്ട് നടന്നു. അതെന്താ പ്രഭുപാദ് ചോദിച്ചു? അത് ബ്രാഹ്മണ ദീക്ഷയാണ്, ഉന്നത ദീക്ഷ, എനിക്ക് ബ്രാഹ്മണ ദീക്ഷ വേണം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേ പേര് കാവ്യവസ്ത്രത്തിൽ നടക്കേണ്ടപ്പോൾ ഗുരുമഹാരാജ് ചോദിക്കുകയാണ്, ഇതെന്താ പ്രഭുപാദ്? അവർ സന്യാസം എടുക്കുന്നവരാണ്, ഇന്ന സംഭവം ചെയ്താലേ സന്യാസം എനിക്കും വേണമെന്ന്. അങ്ങനെ 21-ാം വയസ്സിൽ ഗുരുമഹാരാജ് സന്യാസം എടുത്തു. 16-ാം വയസ്സിൽ ദീക്ഷ എടുത്തു, 19-ാം വയസ്സിൽ ബ്രാഹ്മണിക്ക് എടുത്തു, 21-ാം വയസ്സിൽ സന്യാസി. ഇപ്പൊ അറിയാലോ ജയപ്രകാശസ്വാമി എവിടെ വന്ന് നിൽക്കുന്നത്? 67,000 ശിഷ്യന്മാരുടെ ഗുരുസ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഒരു ഉത്സാഹം,
അത് വെറുതെ ഈ ജന്മം കൊണ്ട് കിട്ടിയതല്ല, ജന്മജന്മാന്തരങ്ങളായിട്ട് അല്ലേ, സാധാരണ വ്യക്തികൾക്ക് കിട്ടില്ല ആ ഉത്സാഹം. അപ്പോൾ അങ്ങനെ ഉത്സാഹത്തിൽ നമ്മൾ നിവിഷ്ടനാകുന്നു നമ്മുടെ സ്വപദവി. അതാണ് സ്വപദവി. നമ്മുടെ ഗുരുമഹാരാജൊക്കെ നിൽക്കുന്ന ആ പദവിയാണ് നമ്മുടെയൊക്കെയും പദവി. പക്ഷെ നമുക്ക് ആ ഒരു പുണ്യം ആവണില്ല, യോഗ്യത ആവാത്തതുകൊണ്ട് നമ്മൾ പകുതിയായിട്ട് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യും. അവിടെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും സ്ഥാനമില്ല. ആരോഗ്യമുണ്ടോ പ്രശ്നമില്ല, ആരോഗ്യം നശിച്ചോ രോഗിയായോ പ്രശ്നമില്ല, പൈസ ഉണ്ടോ ഇല്ല പ്രശ്നമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പ്രശ്നമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ആത്മാവാണ്, ഞാൻ കൃഷ്ണന്റെ സെർവൻ്റ് ആണ്, അതിൽ അഭിമാനിക്കും. ആരെന്ത് പറഞ്ഞാലും എന്താ പ്രശ്നം അല്ലേ? ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭുപാദ് അങ്ങനെ പറയാം. 3 പേരായിരുന്നു ആദ്യം പ്രഭുപാദ് ഇത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഭുപാദിനോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞത്, ഇന്റർനാഷണൽ സൊസൈറ്റി സ്ഥാപിച്ച ദിവസം ആകെ 3 പേരുണ്ട്. പ്രഭുപാദുണ്ട്, 2 പേരുണ്ട്. ആ 2 പേരും ജപം തുടങ്ങിയിട്ട് തന്നെ ഇല്ല. പ്രഭുപാദ് എൻ്റെ പറയാണ് എനിക്കൊരു സൊസൈറ്റി എൻ്റെ പേരിടുന്നത്. അപ്പം നിങ്ങൾ എവിടെ നിന്നാ ചോദിച്ചാൽ പറയാം ഞങ്ങൾ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. കേൾക്കുമ്പോൾ ശരിക്കും 10,000-2000 പേരുണ്ടായിരുന്നു. അങ്ങനെ പറയാം. ആ പ്രഭുപാദ് എവിടെ എത്തിച്ചു? അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലെ ഉത്സാഹം, ആ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ അല്ലെ എല്ലാ സ്ഥലത്തും ഇത് എത്തിച്ചു. നമുക്ക് ഒരു അയ്യന്തോളിൽ ചെയ്യാൻ പറ്റാതെ നമുക്ക് ഉത്സാഹം കുറവുകൊണ്ടാണ്. നമ്മൾ ഉത്സാഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ അയ്യന്തോളിൽ മുഴുവൻ പേരും ഹരേകൃഷ്ണ ഭക്തരാണ് ഉറപ്പായിട്ടും. നമുക്ക് ഈ ഉത്സാഹം വേണം. എന്താ പറയുക, അങ്കദൻ ജയസാക്ഷി പ്രഭുവിൻ്റെ കഥയിലേക്ക് വരാൻ വേണ്ടും പ്രഭുവിടെ ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ചാണ്. അങ്കദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യത ഇല്ലാത്തൊരു അങ്കദന്. ഭക്തന്മാരെ വെച്ച് നോക്കുമ്പോൾ രാമന്റെ ദാസന്മാരിൽ അങ്കദൻ ഏറ്റവും താഴെയാണ്. വയസ്സുകൊണ്ടും അനുഭവം കൊണ്ടും എല്ലാം കൊണ്ടും താഴെയാണ് അങ്കദൻ. അവിടെ ബാലി, സുഗ്രീവൻ, പിന്നെ ഹനുമാൻ, ജാംബവാൻ, അതുപോലെ ഉയർന്ന ആളുകളാണ് സെർവൻസ് ഉള്ളത്. പക്ഷെ എന്ത് രാമൻ സർവീസ് പറയുമ്പോൾ അപ്പം അങ്കദൻ പറയും ഞാൻ ചെയ്യാമോ. അപ്പം മറ്റുള്ളവർ പറയും ഇത് ചെറിയ കുട്ടിയാണ്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല അല്ലേ, രാവണനെ ഇവനെ ഭക്ഷണമാക്കും, ഇവനെ വിടണ്ട. എന്ത് പറഞ്ഞില്ലേ അടുത്ത വേറൊരു സേവനം അപ്പം അങ്കദൻ വന്നിട്ട് ഇടയിൽ കയറി പറയും ഞാൻ ചെയ്യാമോ. അപ്പോഴും ഭഗവാൻ സമ്മതിക്കില്ല. അവസാനം കുറേ പ്രാവശ്യം ഭഗവാൻ ഇത് കാണുന്നുണ്ട്. അവസാനം ലാസ്റ്റ് ചാൻസ് ആണ് രാവണന്റെ അടുത്ത് പോയിട്ട് സീതാമാതാവിനെ വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലേ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കാന്നുള്ള ദൂത് പോകാനായിട്ട് പറയാണ്. അപ്പൊ ഉടൻ അങ്കദൻ പറയും ഞാൻ ചെയ്യാന്ന്. അപ്പൊ ഭഗവാൻ അവസാനം ഈ ചോദ്യത്തിന് സമ്മതിക്കും. എന്താ സമ്മതിച്ചത്? നീ പൊക്കോളൂ. അപ്പം എല്ലാവരും പറയും ഇത് രാവണന്റെ പ്രാതനായി മാറും ഇവനെ വിട്ടു കഴിഞ്ഞാൽ. രാവണൻ അങ്ങനെയുള്ള രാക്ഷസനാണ്. അപ്പോൾ ഭഗവാൻ പറയും ഇല്ല, ഇവനൊന്നും സംഭവിക്കില്ല, ഇവനെ വിട്ടോളാൻ പറയും. എന്തിന്? അവിടെ യോഗ്യരായവരില്ലാണ്ടല്ല, യോഗ്യരായവർ ഇഷ്ടം പോലെ അതിന് പോകാനുണ്ട്, പരിചയമുള്ളവരുണ്ട്. പക്ഷെ അങ്കദന്റെ ഉത്സാഹം കാരണം അങ്കദനെ പറഞ്ഞു വെച്ചു ഭഗവാൻ. അപ്പം നമുക്ക് ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യോഗ്യത ഇല്ലെങ്കിൽ നമ്മൾ ആ ഉന്നത തലത്തിലെത്താൻ പറ്റും. നമുക്കിവിടെ ഒരു ടെമ്പിളൊക്കെ വരും, നമുക്ക് യോഗ്യത ഒന്നും ആയിട്ടൊന്നുമില്ല, നമുക്ക് പ്രവർത്തന പരിചയം കുറവാണ്, നമ്മൾ 10-15 വർഷമായിട്ടുള്ള പ്രായം കൊണ്ട് എല്ലാം കൊണ്ട് കുറവാണ്. പക്ഷെ നമ്മളെല്ലാം ഉത്സാഹത്തോടെ നിൽക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ അയ്യന്തോളിൽ സംഭവിക്കും. വലിയ സംഭവങ്ങൾ ഭക്തിയുടെ കാര്യത്തിൽ. അല്ല നാളെ മറ്റൊന്ന് വയസ്സാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇരിക്കരുത് അങ്ങനെ. ഞാൻ ഞായറാഴ്ച എൻ്റെ ഒരു കാര്യം പറയാം. അരവിന്ദ് പ്രഭുവിന് LLB സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് എറണാകുളത്ത് വെച്ചിട്ട്. ഇത്രയും നന്നായി മാർക്കോട് പാസ്സായി വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്. എറണാകുളത്ത് വെച്ചിട്ട് അരവിന്ദ് പ്രഭുവിൻ്റെ ചേട്ടനും എൻ്റെ അച്ഛനും കൂടെ പോയി വാങ്ങിക്കുമ്പോൾ ഞാൻ വലിയ പറഞ്ഞു, ഞാൻ സത്സംഗത്തിലിരുന്നു. എനിക്ക് വേണമെങ്കിൽ പോവാം, നമ്മുടെ ഹസ്ബൻഡിന് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കറിയാതെ കൊടുത്തത് ആരാണെന്ന്. ആ ആളെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ ഇല്ലാതാണ്. അരവിന്ദ് പ്രഭു ഒരു പ്രാവശ്യം വിളിച്ചു, വലിയാന്ന് കണ്ടപ്പോൾ ആൾ പിന്നെ എന്നെ വിളിച്ചില്ല. അരവിന്ദ് പ്രഭുവിൻ്റെ ചേട്ടനും അനിയനും എൻ്റെ അച്ഛനും കൂട്ട് പോയിട്ടാണ് സർട്ടിഫിക്കറ്റ് എറണാകുളത്ത് വാങ്ങിച്ചത്. ഞാൻ ഫുൾ സത്സംഗത്തിൽ സർവീസ് ആയിരുന്നു ആ ദിവസം. കാരണം ഭഗവാനാണ് എനിക്കൊരു അരവിന്ദ് പ്രഭുവിനെ അതാക്കി തരുന്നത്. ഓരോ കാര്യങ്ങളും കൃഷ്ണൻ തരണമാണ്. കൃഷ്ണന്റെ സേവ മുടക്കിയിട്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് കൃഷ്ണന്റെ സർവീസ് മുടക്കിയിട്ടില്ല. തുളസിക്ക് പനി വന്നിട്ട് മാത്രമാണ് ചെയ്തിരിക്കുക. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഒരുവിധം കുഴപ്പമില്ലെങ്കിൽ ഇവിടെ വന്ന് കിടത്തോളുണ്ട്. അങ്ങനെയുള്ള ചെയ്താൽ തന്നെയാണ് നമുക്ക് ഭഗവാൻ അതേപോലെ ഒരു സംഭവം നമുക്ക് ചെയ്യും. നമ്മൾ നിസ്സാര കാര്യത്തിന് ഭഗവാനെ മാറ്റിവെക്കും, ബാക്കിയൊന്നും മാറ്റിവെക്കില്ല. കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല, മരണം മാറ്റിവെക്കാൻ പറ്റില്ല, പക്ഷെ എളുപ്പം മാറ്റിവെക്കാൻ അറിയണം. ഏറ്റവും ആവശ്യമുള്ള ആളാണ് കൃഷ്ണൻ, അദ്ദേഹത്തിനെ വേഗം മാറ്റിവെക്കും, ബാക്കി ഒന്നും മാറ്റിവെക്കില്ല. അപ്പൊ ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരണമെങ്കിൽ നമുക്ക് ആ ഒരു തീവ്ര ഇച്ഛ വേണമെന്ന്. സാധാരണ ഇച്ഛ കൊണ്ട് പറ്റില്ല. സാധാരണ ഇച്ഛ കൊണ്ട് അത്യാവശ്യ സുഖങ്ങളൊക്കെ കിട്ടും, ഒരു കുഴപ്പമില്ലാണ്ട് സത്വഗുണത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഭഗവാന്റെ ലോകത്ത് പോകണമെങ്കിൽ നമുക്ക് തീവ്ര ഇച്ഛയാണ്. അതിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും.
ഹരി ഹരി എന്ന് കൊണ്ട് നമുക്കത് മാറ്റും. ഹരി അതങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജയഭാസ്വാമി വരികയാണ്, ഞങ്ങൾ ഉടുപ്പിയിലാണ്. ജയഭാസ്വാമി തിരുവനന്തപുരത്ത് ഉടുപ്പിയിൽ നിങ്ങൾ വരുന്ന ട്രെയിൻ വൈകും, ഇവിടെ എത്താൻ ട്രെയിൻ വൈകും. അവിടെ ഇരുന്ന് തുടങ്ങി എനിക്ക് ആകെ ടെൻഷൻ തുടങ്ങി. ഗുരുമാരെ ഞാൻ വരുമ്പോഴേക്ക് പോവാന്നുള്ള ടെൻഷനിൽ മനസ്സിൽ മുഴുവൻ തിരുവനന്തപുരത്ത് എത്തണം. ഉടുപ്പിയിൽ ഇരിക്കുന്ന ആൾക്ക് തിരുവനന്തപുരത്ത് എത്തിയേ പറ്റും. ആ ടൈമിൽ എന്തോ കാരണവശാൽ ട്രെയിൻ വൈകുകയും ചെയ്യും. അങ്ങനെ ഉള്ളിൽ മനസ്സ് ചത്തുപോയി, എന്തായാലും കാണാൻ പറ്റിയ ഗുരുമാരാജനെ. ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണ്ടേ, ഇവിടെ വന്നിട്ട് വേണം തിരുവനന്തപുരത്ത് പോകണേ. പക്ഷേ ആ ട്രെയിനിൽ കയറിയതിന് ശേഷം ട്രെയിൻ എങ്ങനെ ഓടിയെന്നൊന്നും എനിക്കറിയില്ല. ടൈമിലെത്തി ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഗുരുമാരാജ് ക്ലാസ് തുടങ്ങണേ ഉള്ളൂ. ആ ക്ലാസ് ഫുള്ള് കേൾക്കാൻ പറ്റി. അത് തീവ്ര ഇച്ഛ, എനിക്കത് കിട്ടിയേ പറ്റൂ. എനിക്ക് ഗുരുമഹാരാജ് ഇല്ലാണ്ട് പറ്റില്ല. ആ ക്ലാസ് എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഓരോ കാര്യത്തിലും ഭൗതികമാണെങ്കിലായിക്കോട്ടെ, PSC എക്സാം കിട്ടണമെങ്കിലും തീവ്ര ഇച്ഛയുള്ളവർക്ക് തന്നെ കിട്ടുള്ളൂ. അത് കുറച്ച് പോയി പഠിച്ചു, കുറച്ച് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു, എനിക്ക് കിട്ടില്ല. ശരിയല്ലേ? ഞാൻ തന്നെ PSC എഴുതിയിട്ടുണ്ട്. പോവും കുറച്ചൊക്കെ പഠിക്കും, ഒരു 2 മണിക്കൂർ പഠിക്കും. 8 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരുടെ ഞാൻ 2 മണിക്കൂർ വായിക്കും. എന്നിട്ട് എൻ്റെ സുഖസൗകര്യത്തിലിരിക്കും. പിന്നെ എനിക്ക് ജോലി കിട്ടും? കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഭഗവാനായാലും എന്ത് തന്നെയായാലും ഭൗതികമായിട്ടൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിലും ആത്മീയമായിട്ട് ഗോലോകത്ത് പോകണമെങ്കിലും നമുക്ക് തീവ്ര ഇച്ഛ, നമ്മുടെ തീവ്ര ഇച്ഛയെ ഹനിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഭഗവാന് വേണ്ടിയിട്ടാണെങ്കിലും അത് ഭൗതികമായിട്ടാണ് എത്ര പേര് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നത് അല്ലേ? അവരുടെ ആ ഇച്ഛ തന്നെയാണ്. ആ ഇച്ഛയ്ക്ക് വേണ്ടി കൃഷ്ണ ഭഗവാൻ സഹായിക്കും. പുറത്ത് ഉള്ളിൽ നിന്ന് പരമാത്മാ രൂപത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീവ്ര ഇച്ഛ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും. അപ്പോൾ തടസ്സങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? തീവ്ര ഇച്ഛ വേണം. അത് നമ്മൾ ആധ്യാത്മികയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ലോകത്ത് ജയിക്കാനും ഈ ഒരു സംഭവം വളരെ നല്ലതാണ്. ഈ ഒരു പോയിന്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തീവ്ര ഇച്ഛയോടെ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ വ്യവസ്ഥാപിത സ്ഥിതിയിൽ നിഷ്ഠനാകും. നമ്മുടെ വ്യവസ്ഥാപിത സ്ഥിതി എന്താണ്? ജീവേര സ്വരൂപ. നമ്മുടെ ജീവന്റെ സ്വരൂപം എന്താണ്? കൃഷ്ണേര നിത്യദാസ. കൃഷ്ണന്റെ നിത്യദാസ്യമാണ് നമ്മുടെ സ്വരൂപം, ആത്മാവിന്റെ സ്വരൂപം. അതിൽ പിടിച്ചു നിൽക്കുക അല്ലേ? അതിന് കാൽമുട്ട് വേദന ഉണ്ടാവും, കൈമുട്ട് വേദന ഉണ്ടാവും. ഈ ശരീരം പോവാനുള്ളല്ലേ? പൊക്കോട്ടേന്ന് വയ്ക്കണം, മരിക്കട്ടെ ഈ ശരീരം, കൃഷ്ണനെ കിട്ടട്ടെ. അതാണ് ഒരു തീവ്രത എന്ന് പറയുന്നത്. ആ തീവ്രമായ ലക്ഷ്യബോധം നമുക്ക് വേണം. അല്ലെങ്കിൽ ഇന്നിത്തിരി കാലിന് വേദനയുണ്ട്, ഒരു ആരോ വന്നേ, പക്ഷെ തീവ്ര ഇച്ഛയുണ്ടെങ്കിൽ ഈ സന്തോഷം കിട്ടിയില്ലേ? എന്തൊരു സന്തോഷം ഇവിടെ വന്നപ്പോൾ. കാൽമുട്ട് പോട്ടെ, എത്ര പേരും മരിക്കണു. 50 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും മരണമൊക്കെ ഉറപ്പാണ്. അതിപ്പോൾ ഇല്ല പറഞ്ഞുകൊണ്ട് മരണമില്ലാണ്ടെന്ന് ഇരിക്കില്ല. അത് ശാശ്വതമായ സത്യമാണ്. അപ്പോൾ സത്സംഗത്തിൽ കയറിയിട്ട് മരിച്ചാൽ അത് ക്രെഡിറ്റായി മാറും അല്ലേ? സത്സംഗത്തിൽ കോണി കയറിയിട്ടാണ് ഞാൻ മരിച്ചത് പറഞ്ഞ കൃഷ്ണ, ഓ കൃഷ്ണ അല്ലേ, അതുകൊണ്ടാണ് മരിച്ചത്. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു തീവ്ര ഇച്ഛയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട. ഒരാളുടെ മുഖത്തിന് വിഷാദം വേണ്ട. ഇവിടെ ആരും ഒന്നും നേടാനൊന്നും പോകണില്ല. അയ്യോ എനിക്കൊന്നും ഉണ്ടായില്ല, ആർക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഓരോ ഇല്ലേ നമ്മുടെ അനുഭവങ്ങൾ കുറേ കാലങ്ങളിൽ എല്ലാവരും ജീവിക്കണം, പലരുടെയും കാണണം, വിഷമങ്ങളൊക്കെ കാണണം, നല്ലതും ചീത്തയൊക്കെ കാണില്ല. എത്ര പേര് മരിച്ചു കൊണ്ട് സുധി മരിച്ചു കണ്ടില്ലേ? ഒരു അല്ലേ, ആരാണൊരു മിമിക്രി ആർട്ടിസ്റ്റ്, നല്ല ഒരു പ്രതീക്ഷിക്കാണ്ട് മരിച്ചു പോയില്ലേ? ഇതാണ് ജീവിതം, ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയ പിന്നെ നമ്മൾ ഈ വിഷാദപ്പെട്ടിട്ട് അവർക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെയെല്ലാം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ലാന്ന്. കിട്ടിയ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക. എവിടെയെങ്കിലൊക്കെ എത്തട്ടെ, വർക്കുകളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തട്ടെ അല്ലേ? ലാഭനഷ്ടങ്ങൾ എവിടെയെങ്കിലും എത്തിക്കോട്ടെ, എത്തേണ്ടവിടേക്ക് എത്തേണ്ട സമയത്ത് എത്തിക്കോളും. ഭഗവാൻ ഇച്ഛ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് വിധിച്ചിട്ടാണ് ഭഗവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിക്കോളും. ആ സൈഡിലേക്ക് ഭഗവാൻ നമ്മളെ ഉന്തിക്കൊണ്ടുപോയിക്കോളും. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഭഗവാന്റെ സർവീസിൽ ഏർപ്പെടും. ഇത് റിക്വസ്റ്റാണ്, വിഷമിപ്പിക്കാനും പറഞ്ഞതല്ല. കാരണം എന്ത് തന്നെയായാലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബജീവിതമാണ്, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, വരാൻ പറ്റായിട്ട് ഉണ്ടാവും. അത് കുഴപ്പമില്ല, എന്നാലും പറയാം നമുക്ക് തീവ്ര ഇച്ഛ ഉണ്ടാവും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ 2 ശ്ലോകം കഴിഞ്ഞു.